ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഒരു നീണ്ട യാത്ര തുടങ്ങുകയാണ്. 26 ലക്ഷം വർഷങ്ങൾക്കപ്പുറം ഇന്നത്തെ എത്യോപ്യ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ പുൽമേടുകളിലേക്ക് ലോകത്തെ മാറ്റിമറിച്ച ഒരൊറ്റ ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഈ കഥയുടെ തുടക്കം. ഇവിടെ നമ്മുടെയെല്ലാം മുതുമുത്തച്ഛനായ ഹോമോ ഹാബിലിസ് ഒരു രഹസ്യം തിരിച്ചറിയുന്നു. ഒരു കല്ലിനെ മൂർച്ചയുള്ള ആയുധമാക്കാം. ഇന്നത്തെ നമുക്ക് ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആ ലോകത്ത് അതിജീവനത്തിൻ്റെ താക്കോലായിരുന്നു ഈ ചെറിയ ഉപകരണം. തലമുറകൾക്ക് ശേഷം മാറുന്ന ലോകം അവരെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിച്ചു. അവർ ആഫ്രിക്കയുടെ അതിരുകൾ കടന്ന് അപരിചിതമായ ഒരു പുതിയ ലോകത്തേക്ക് ആദ്യത്തെ ധീരമായ ചുവടുവെച്ചു. അവർ തീയിനെ മെരിക്കാൻ പഠിച്ചു. ഭയാനകമായ രാത്രിയെ ചൂടിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും സമയമാക്കി മാറ്റി. പുതിയ ആ സഹകരണത്തോടെ അവർ ഒരു സംഘമായി ചിന്തിക്കാൻ പഠിച്ചു. തങ്ങളെക്കാൾ വളരെ വലിയ മൃഗങ്ങളെ ഒരുമിച്ച് വേട്ടയാടാൻ അവർ തന്ത്രങ്ങൾ മെനഞ്ഞു. ഏകദേശം 35,000 വർഷങ്ങൾക്കപ്പുറം അവർ ആദ്യമായി തങ്ങളുടെ ഭാവനയെ ഗുഹാഭിത്തികളിലേക്ക് പകർത്തി തീനാളങ്ങളുടെ വെളിച്ചത്തിൽ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകി. നക്ഷത്രങ്ങളെ മാത്രം വഴികാട്ടിയാക്കി അവർ ചങ്ങാടങ്ങൾ നിർമ്മിച്ച് പുതിയ വൻകരകൾ തേടി വിശാലമായ സമുദ്രങ്ങൾ താണ്ടി ധൈര്യത്തോടെ അവർ യാത്ര ആരംഭിച്ചു. യൂറോപ്പിൽ വെച്ചവർ തങ്ങളുടെ സഹോദരങ്ങളായ നിയാണ്ടർതാലുകളെ കണ്ടുമുട്ടി. കാലത്തിൻ്റെ ഒരു ചെറിയ നിമിഷം അവർ ഈ ലോകം ഒരുമിച്ച് പങ്കിട്ടു. ഒടുവിൽ അവരെല്ലാം മാറ്റിമറിച്ചൊരു തീരുമാനമെടുത്തു. അലച്ചിൽ നിർത്തി ഒരൊറ്റ വിത്ത് മണ്ണിൽ പാകാൻ. ആ ഒരൊറ്റ വിത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ലോകം വളർന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കാനും സ്വപ്നം കാണാനും അവസരമൊരുക്കിയ നമ്മുടെ പൂർവികരുടെ ആ നീണ്ട യാത്രയിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചത്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ആഫ്രിക്കയിലെ ഒരു വരണ്ട പുൽമേടുകളിലാണ്. സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്നു. എങ്ങും നേരിയ ചൂടുകാറ്റു മാത്രം. ആകാശത്ത് ദൂരെ എവിടെയോ ചത്തുകിടക്കുന്ന ഒരു മൃഗത്തിൻ്റെ മണം പിടിച്ച് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ട്. താഴെ ഒരു അക്കേഷ്യ മരത്തിൻ്റെ നേർത്ത തണലിൽ നമ്മുടെ കഥാനായകനിരിക്കുന്നു. അവനൊരു ഹോമോ ഹാബിലിസ് ആണ്. കാണാൻ ഇന്നത്തെ മനുഷ്യരുടെ രൂപമല്ല, എന്നാൽ ഒരു ചിമ്പാൻസിമുത രൂപവുമല്ല. ശരീരം മുഴുവൻ രോമങ്ങളുണ്ടെങ്കിലും അവൻ നിവർന്നു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ തലച്ചോറ് മുൻഗാമികളായ ആസ്ട്രലോപിതെക്കസിനേക്കാൾ അല്പം വലുതാണ്. അതവനെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അവനിപ്പോൾ അതിയായി വിശക്കുന്നുണ്ട്. വയറ്റിൽ വിശപ്പിൻ്റെ തീ ആളിക്കത്തുന്നു. കഴിഞ്ഞ 2 ദിവസമായി കാര്യമായ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അവൻ പുൽമേട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു കാട്ടുപോത്തിൻ്റെ ജഡം കാണുന്നു. ഏതോ വലിയൊരു സിംഹമോ മറ്റോ വേട്ടയാടി വയറുനിറിയെ തിന്നുപേക്ഷിച്ചു പോയതാണ്. മാംസമൊക്കെ തീർന്നെങ്കിലും എല്ലുകൾക്കുള്ളിലെ മജ്ജ ഇനിയും ബാക്കിയുണ്ട്. അതൊരു സാധാരണ കാര്യമല്ല. തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ കൊഴുപ്പും പ്രോട്ടീനും അതിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പോത്തിൻ്റെ കട്ടിയുള്ള എല്ലുകൾ പൊട്ടിക്കാൻ അവൻ്റെ പല്ലുകൾക്കോ കൈകൾക്കോ ശക്തിയില്ല. അവൻ നിരാശയോടെ ആ ജലത്തിനു ചുറ്റും നടന്നു. പലതവണ കൈകൊണ്ടും കാലുകൊണ്ടും അതിൽ തട്ടി നോക്കി. ഒരു രക്ഷയുമില്ല. ദേഷ്യവും വിശപ്പും സങ്കടവും അവനെ തളർത്തി. അവൻ അടുത്ത് കിടന്ന ഒരു ഉരുളൻ കല്ലെടുത്ത് ആ എല്ലിൻ കഷ്ണത്തിന് നേരെ ആഞ്ഞെറിഞ്ഞു. കല്ല് എല്ലിൽ തട്ടി തെറിച്ചു പോയതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഫലമില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ നിരാശയുടെ പാരമ്യത്തിൽ അവൻ കയ്യിലിരുന്ന കല്ല് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് തട്ടിയത് അല്പം ദൂരെ കിടന്ന ഉറപ്പുകൂടിയ
മറ്റൊരു പാറക്കല്ലിലാണ്. ഒരു വലിയ ശബ്ദത്തോടെ അവൻ എറിഞ്ഞ ആ കല്ല് രണ്ടായി പൊട്ടിത്തെറിച്ചു. ഒരു കഷ്ണം മൂർച്ചയേറിയൊരു അഗ്രവുമായി അവൻ്റെ കാലിനടുത്തു വന്നു വീണു. അതുവരെ ദേഷ്യവും നിരാശയും നിറഞ്ഞിരുന്ന അവൻ്റെ മുഖത്ത് ഒരു പുതിയ ഭാവം മിന്നിമറഞ്ഞു. കൗതുകം. അവൻ പതിയെ കുനിഞ്ഞ് മൂർച്ചയുള്ള കൽച്ചേല് കയ്യിലെടുത്തു. അതിൻ്റെ മൂർച്ചയേറിയ വശം അവൻ വിരൽ കൊണ്ട് തൊട്ടുനോക്കി. ചെറുതായൊന്ന് മുറിഞ്ഞു, ചോര പൊടിഞ്ഞു. വേദനിച്ചെങ്കിലും അവൻ്റെ തലച്ചോറിൽ ഒരു പുതിയ വെളിച്ചം തെളിഞ്ഞു. മുറിക്കാൻ കഴിയുന്ന ഒന്ന്. അതുവരെ കയ്യിലോ പല്ലിലോ ഇല്ലാത്ത ഒരു പുതിയ ശക്തി തനിക്ക് കിട്ടിയതുപോലെ അവന് തോന്നി. ഇതൊരു യാദൃശ്ചികമായ കണ്ടെത്തലായിരുന്നു. പക്ഷേ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഹോമോ ഹാബിലിസിനുണ്ടായിരുന്നു. അവൻ്റെ തലച്ചോറ് ആ രണ്ട് സംഭവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു. ഒരു കല്ല് മറ്റൊരു കല്ലിൽ ശക്തിയായി ഇടിച്ചപ്പോൾ മൂർച്ചയുള്ളൊരു കഷ്ണം അടർന്നുപോയി. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്ന്. അവൻ ചുറ്റും നോക്കി. പുഴയുടെ തീരത്തു നിന്നും വലുപ്പവും രൂപവും നോക്കി 2 കല്ലുകൾ തിരഞ്ഞെടുത്തു. ഒരെണ്ണം ചുറ്റിക പോലെ ഉപയോഗിക്കാൻ പാകത്തിന് ഉരുണ്ടതായിരുന്നു. മറ്റൊന്ന് കുറച്ചുകൂടി വലുതും പരന്നതുമായിരുന്നു. അവൻ മുട്ടുമടക്കിയിരുന്ന് വലതു കൈയിലെ ചെറിയ കല്ലുകൊണ്ട് ഇടതു കൈയിലിരുന്ന വലിയ കല്ലിൻ്റെ ഒരറ്റത്ത് ശക്തിയായി ഇടിച്ചു. ആദ്യമൊന്നും സംഭവിച്ചില്ല. അവൻ വീണ്ടും ഇടിച്ചു. ഇത്തവണ കുറച്ചുകൂടി ശക്തിയായി. ഠക്ക്! മൂന്നാമത്തെ ഇടിയിൽ വലിയ കല്ലിൽ നിന്നും അവൻ മുൻപ് കണ്ടതുപോലൊരു മൂർച്ചയുള്ള പാളി അടർന്നു വീണു. അവൻ വിജയിച്ചിരിക്കുന്നു. അത് യാദൃഷ്ടികമായിരുന്നില്ല. അവൻ അറിഞ്ഞുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ഇതാണ് മനുഷ്യൻ്റെ ആദ്യത്തെ ഉപകരണം. പുരാവസ്തു ഗവേഷകർ ഇതിനെ ഓൾഡോവൻ ചോപ്പർ എന്ന് വിളിക്കുന്നു. കാഴ്ചയിൽ ഭംഗിയില്ലാത്ത ഒരു സാധാരണ കല്ല് പോലെ തോന്നുമെങ്കിലും അത് അതിജീവനത്തിൻ്റെ താക്കോലായിരുന്നു. പുതിയ ആയുധവുമായി അവൻ വീണ്ടും ആ കാട്ടുപോത്തിൻ്റെ ജഡത്തിനടുത്തേക്ക് നടന്നു. ഇത്തവണ അവൻ്റെ മുഖത്ത് നിരാശയല്ല, ആത്മവിശ്വാസമായിരുന്നു. അവൻ കുനിഞ്ഞിരുന്ന് കയ്യിലെ കൽച്ചികൾ ഉപയോഗിച്ച് കട്ടിയേറിയ എല്ലിൻ കഷ്ണത്തിൽ ആഞ്ഞുവെട്ടി. പലതവണത്തെ പരിശ്രമത്തിനൊടുവിൽ എല്ലിൽ ഒരു വിള്ളലുണ്ടായി. അവൻ ആ വിള്ളലിലേക്ക് കല്ലിൻ്റെ മുന കയറ്റി തിരിച്ചപ്പോൾ അത് പൊഴിഞ്ഞു മാറി. കൊഴുത്ത മജ്ജ പുറത്തു വന്നു. അവൻ ആർത്തിയോടെ അത് കഴിച്ചു. അവൻ്റെ തലച്ചോറിന് ആവശ്യമായ ഊർജം ലഭിക്കുകയാണ്. ഈ പുതിയ ഭക്ഷണം അവൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ ഒരുപാട് സഹായിച്ചു. തലച്ചോറ് വലുതാകും തോറും അവൻ കൂടുതൽ മിടുക്കനായി, കൂടുതൽ മികച്ച ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും ഒരു തർക്കമുണ്ട്. ഈ ആദ്യത്തെ ഉപകരണങ്ങൾ ഉണ്ടാക്കിയത് ഒറ്റ നിമിഷത്തെ ബുദ്ധിപരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു, അതോ തലമുറകളായി കൈമാറി വന്ന പല പല യാദൃശ്ചികമായ ശ്രമങ്ങളുടെ ആകെത്തുകയായിരുന്നു എന്ന്. കാരണം എന്തായാലും ആ ഒരു നിമിഷം മനുഷ്യനെ ഭൂമിയിലെ മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കി. അവൻ ഇനി ഒരു ഇര മാത്രമല്ല, ഒരു വേട്ടക്കാരൻ കൂടിയാണ്. പ്രകൃതിയെ കേവലം ഭയത്തോടെ നോക്കിക്കാണുന്നതിന് പകരം അതിനെ തനിക്കനുകൂലമായി മാറ്റാൻ കഴിയുമെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. മനുഷ്യരാശിയുടെ നീണ്ട യാത്രയുടെ ആദ്യത്തെ ചുവടുവെപ്പ്. ആദ്യമായി കൽച്ചിയിലുണ്ടാക്കിയവൻ്റെ കാലം കഴിഞ്ഞു. അതിനുശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. തലമുറകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുപോയി. എല്ലിൻ്റെ മജ്ജയും മാംസവും നൽകിയ ഊർജം അവരുടെ തലച്ചോറിനെ വലുതാക്കി, ശരീരത്തെ ശക്തമാക്കി. ഇപ്പോൾ പുൽമേടുകളിൽ നടക്കുന്നത് ഹോമോ ഹാബിലിസ് അല്ല, അവൻ്റെ പിൻഗാമിയായ ഹോമോ ഇറക്റ്റസ് ആണ്. നിവർന്നു നടന്ന മനുഷ്യൻ. അവൻക്ക് അവൻ്റെ പൂർവികനേക്കാൾ ഉയരമുണ്ട്, കരുത്തുണ്ട്. അവൻ്റെ കയ്യിലുള്ള കല്ലുകൊണ്ടുള്ള മഴുവിന് കൂടുതൽ മൂർച്ചയും കൃത്യതയുമുണ്ട്. അവൻ്റെ കണ്ണുകളിൽ കൂടുതൽ ധൈര്യമുണ്ട്. പക്ഷേ അവൻ്റെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ജീവിക്കുന്ന ആഫ്രിക്കൻ പുൽമേടുകൾ പതിയെ ഉണങ്ങിത്തുടങ്ങുന്നു. ഒരു കാലത്ത് സമൃദ്ധമായിരുന്ന പുൽക്കൊടികൾ ഇപ്പോൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. മഴ കുറഞ്ഞു, പുഴകൾ വറ്റി. അവരാശ്രയിച്ചിരുന്ന മൃഗക്കൂട്ടങ്ങൾ ഭക്ഷണം തേടി വടക്കോട്ട് നീങ്ങാൻ തുടങ്ങിയിരുന്നു. ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ അകലെ ചക്രവാളത്തിൽ മറയുന്ന കാട്ടുപോത്തുകളുടെയും മാനുകളുടെയും അവസാനത്തെ രൂപങ്ങളെയാണ് അവർ കാണുന്നത്.
അങ്ങനെയിരിക്കെ വിശപ്പ് വീണ്ടും ഒരു പ്രശ്നമായി മാറുകയാണ്. പക്ഷേ ഇത്തവണ അത് പുതിയൊരു ആയുധം കണ്ടെത്താനല്ല അവരെ പ്രേരിപ്പിക്കുന്നത്, മറിച്ച് പുതിയൊരു ലോകം കണ്ടെത്താനാണ്. ഒരു പ്രത്യേക ദിവസമോ നിമിഷമോ ആയിരുന്നില്ല ആ തീരുമാനം. അത് പതിയെ പതിയെ ആഴ്ചകളുടെയും മാസങ്ങളുടെയും വിശപ്പിൻ്റെയും സമ്മർദ്ദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒന്നായിരുന്നു. മൃഗങ്ങൾ പോകുന്നിടത്ത് പുല്ലുണ്ട്, വെള്ളമുണ്ട്, ജീവിതമുണ്ട്. ഇവിടെ നിന്നാൽ പട്ടിണി കിടന്ന് മരിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഏകദേശം 20ഓളം പേരടങ്ങുന്ന ഒരു ചെറിയ സംഘം ആ വലിയ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ആ കൂട്ടത്തിൽ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, കരുത്തരായ വേട്ടക്കാരുണ്ട്. അവരുടെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യം കുറച്ച് കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും തലമുറകളായി കൈമാറി വന്ന അതിജീവനത്തിൻ്റെ പാഠങ്ങളുമാണ്. അങ്ങനെ അവർ വടക്കോട്ട് നടന്നു തുടങ്ങി. ഓരോ ചുവടും അവർക്ക് പരിചിതമായ ലോകത്തിൽ നിന്നും അവരെ അകറ്റുകയാണ്. അവരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ മണ്ണ്, അവർ ശ്വസിച്ച ആ കാറ്റ്, അവർ കേട്ട മൃഗങ്ങളുടെ ശബ്ദങ്ങൾ എല്ലാം പതിയെ പിന്നിലായി. ആ യാത്ര വളരെ കഠിനമായിരുന്നു. ആ നടത്തം ദിവസങ്ങളോളം നീണ്ടുപോയി. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടന്ന് അവരുടെ പാദങ്ങൾ വിണ്ടുകീറി. രാത്രിയിൽ തണുപ്പും പകൽ പൊള്ളുന്ന വെയിലുമാണ്. കുടിക്കാൻ വെള്ളം കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. വഴിയിൽ കാണുന്ന പഴങ്ങളും കിഴങ്ങുകളും തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പലതും വിഷമുള്ളതായിരിക്കാം. അതുകൊണ്ട് വിശന്നാലും അറിയാത്തതൊന്നും അവർ കഴിച്ചില്ല. ഏറ്റവും വലിയ ഭയം അതായിരുന്നില്ല. അത് രാത്രി കേൾക്കുന്ന അപരിചിതമായ ശബ്ദങ്ങളായിരുന്നു. സ്വന്തം നാട്ടിലായിരുന്നെങ്കിൽ ഓരോ ശബ്ദവും ഏത് മൃഗത്തിൻ്റേതാണെന്ന് അവർക്ക് തിരിച്ചറിയാമായിരുന്നു. ഇത് ഒരു സിംഹത്തിൻ്റെ ഗർജനമാണോ അതോ കഴുതപ്പുലിയുടെ ചിരിയാണോ എന്ന് അവർക്ക് വേർതിരിച്ചറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇവിടെ ഇരുട്ടിൽ നിന്നും വരുന്ന ഓരോ ശബ്ദവും അവരെ ഭയപ്പെടുത്തി. അതൊരു പുതിയ തരം വേട്ടമൃഗമാണോ, അത് തങ്ങളെ പിന്തുടരുന്നുണ്ടോ എന്നൊക്കെ പേടിച്ചു. ഉറക്കത്തിൽ പോലും അവരുടെ കൈകൾ കല്ലുകൊണ്ടുള്ള മഴുവിൽ മുറുകെ പിടിച്ചിരുന്നു. ഇന്നത്തെ നമ്മുടെ കോഫി ഷോപ്പുകളിലിരുന്ന് സംസാരിക്കുന്നത് പോലെയല്ല അവരുടെ അതിജീവനത്തിൻ്റെ ഡിബേറ്റ് നടന്നത്. അവരുടെ ഇടയിലെ ഒരു സംശയം, ഒരു തെറ്റായ തീരുമാനം ഒരുപക്ഷേ ആ സംഘത്തിൻ്റെ മുഴുവൻ അവസാനത്തിനും കാരണമായേക്കാം. അങ്ങനെ ആഫ്രിക്കയുടെ അതിരുകൾ കടന്ന് ഇന്നത്തെ സിനായ് ഉപദ്വീപ് പോലൊരു വരണ്ട ഭൂപ്രദേശത്തിലൂടെ അവർ നടന്നു. അവരുടെ മുന്നിൽ മണലും പാറകളുമല്ലാതെ മറ്റൊന്നുമില്ല. പിന്നിലാകട്ടെ ഓർമ്മകൾ മാത്രമുള്ളൊരു ലോകവും. അവർ ആഴ്ചകളോ ഒരുപക്ഷെ മാസങ്ങളോ നടന്നിരിക്കാൻ. കാലം അവർക്ക് ദിനരാത്രങ്ങൾ മാത്രമായിരുന്നു. അവരുടെ ചുറ്റുമുള്ള പ്രകൃതി പതിയെ മാറുന്നത് അവർ ശ്രദ്ധിച്ചു. അവരുടെ വീടിൻ്റെ അടയാളമായിരുന്ന ചുവന്ന മണ്ണിന് പകരം ഇപ്പോഴെങ്ങും വിളറിയ മഞ്ഞ നിറമുള്ള മണലാണ്. മരങ്ങളിലെ ഇലകൾക്ക് പുതിയ രൂപം, പൂക്കൾക്ക് പുതിയ നിറം, കാറ്റിനു പോലും ഒരു പുതിയ ഗന്ധം. അവരുടെ ഓർമ്മയിലുള്ളൊരു മരമോ ചെടിയോ പുഴയോ അവിടെ എങ്ങുമില്ല. അതവരെ വല്ലാതെ അസ്വസ്ഥരാക്കി. ഒരു ദിവസം രാവിലെ അവരൊരു ചെറിയ കുന്നിൻ മുകളിലേക്ക് കയറി അവിടുന്ന് താഴേക്ക് നോക്കി. അവർ അതുവരെ കണ്ട ഒരു കാഴ്ച പോലെ അല്ലായിരുന്നു അത്. കൺമുന്നിൽ പച്ചപ്പിൻ്റെ ഒരു പുതിയ ലോകം വിരിഞ്ഞു നിൽക്കുന്നു. പുല്ലിനു പോലും അവർക്കറിയാത്തൊരു പുതിയ പച്ചനിറം. ദൂരെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പുതിയ തരം മൃഗങ്ങൾ മേയുന്നു. കൊമ്പുകൾക്ക് കൂടുതൽ വളവുള്ള മാനുകൾ, കുതിരയോടും കഴുതയോടും സാമ്യമില്ലാത്ത എന്തോ ജീവികൾ. ഒരു നിമിഷം ആ സംഘം നിശ്ചലമായി നിന്നുപോയി. ഭയവും ആകാംക്ഷയും കലർന്നൊരു നിശബ്ദത. അവരുടെ ലോകം, അവർക്കറിയാമായിരുന്ന ഓരോ അടയാളവും ഓരോ മണവും ഓരോ ശബ്ദവുമെല്ലാം ആ കുന്നിനു പിന്നിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. മുന്നിലുള്ളതാകട്ടെ അവർക്കൊട്ടും മനസ്സിലാകാത്ത ഒരു വലിയ ശൂന്യത. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി ഒരു പുതിയ തരം പക്ഷിയെ കണ്ട് കൗതുകത്തോടെ വിരൽ ചൂണ്ടി. കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്നയാൾ തൻ്റെ കയ്യിലെ കൽമഴിവിൽ മുറുകെ പിടിച്ചു. വേട്ടയാടാനല്ല, മറിച്ച് അതായിരുന്നു ആ പുതിയ ലോകത്ത് അയാൾക്ക് പരിചിതമായിട്ടുണ്ടായിരുന്ന ഒരേയൊരു വസ്തു. അതവന് ധൈര്യം നൽകി. നമ്മുടെ കഥാനായകനായ ആ ചെറുപ്പക്കാരൻ ഒരു ദീർഘശ്വാസമെടുത്ത് ആ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് ആദ്യത്തെ ചുവട് വെച്ചു. അതൊരു ധീരമായ മുന്നേറ്റമായിരുന്നില്ല, മറിച്ച്
ഭയവും സംശയവും നിറഞ്ഞ വളരെ പതുക്കെയുള്ള ഒരു കാൽവെപ്പായിരുന്നു. ചില ഗവേഷകർ ഇപ്പോഴും ഈ വിഷയത്തിലൊരു തർക്കം തുടരുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നുള്ള ഈ ആദ്യത്തെ കുടിയേറ്റം അറിഞ്ഞുകൊണ്ടൊരു പുതിയ വൻകര തേടിയുള്ള യാത്രയായിരുന്നോ, അതോ തീരപ്രദേശങ്ങളിലൂടെ ഭക്ഷണവും വെള്ളവും തേടി അലഞ്ഞ അവർ തങ്ങളൊരു പുതിയ ഭൂഖണ്ഡത്തിലെത്തിയെന്നറിയാതെ മുന്നോട്ടു പോയതാണോ എന്നും. കാരണം എന്തുതന്നെയായാലും ആ ചെറിയ സംഘത്തിന് അത് തീർത്തും ഭയാനകമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു. അവരൊരു പുതിയ ഗ്രഹത്തിലെത്തിയ അന്യഗ്രഹ ജീവികളെ പോലെയായിരുന്നു. അവർക്ക് പിന്നോട്ടൊരു മടക്കയാത്രയില്ലായിരുന്നു. അവർ തനിച്ചായിരുന്നു, ഒരു പുതിയ ആകാശത്തിന് കീഴിൽ, പുതിയ നിയമങ്ങളുള്ള ഒരു പുതിയ ഭൂമിയിൽ. ഈ പുതിയ ലോകത്ത് അതിജീവിക്കാൻ അവർ പുതിയ വഴികൾ കണ്ടെത്തേണ്ടിയിരുന്നു. അത് മനുഷ്യചരിത്രത്തിലെ മറ്റൊരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. അവൻ്റെ തലച്ചോറ് പുതിയ സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ പുതിയ ലോകത്ത് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ അവർക്ക് ഒട്ടും പരിചിതമല്ല. ആഫ്രിക്കയിലെ പോലെ കത്തിജ്വലിക്കുന്ന പകലുകളല്ല ഇവിടെ. പകരം നേർത്ത തണുപ്പുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റാണ് എപ്പോഴും വീശുന്നത്. ആകാശം പലപ്പോഴും മേഘാവൃതമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഭയം രാത്രിയാണ്. ആഫ്രിക്കയിലെ രാത്രികൾക്ക് ഇത്രയേറെ ഇരുട്ടും തണുപ്പും ഉണ്ടായിരുന്നില്ല. ഇവിടെയാകട്ടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ലോകം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നത് പോലെയാണ്. കറുപ്പിൻ്റെ ഒരു പുതപ്പുകൊണ്ട് ആരോ പ്രപഞ്ചത്തെ മുഴുവൻ മൂടിയതുപോലെ. ആ 20ഓളം പേർ ഏതെങ്കിലും പാറയുടെ മറവിലോ വലിയ മരങ്ങളുടെ ചുവട്ടിലോ ഒത്തുകൂടിയിരിക്കും. തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ശരീരം കൊണ്ട് ചൂട് പകരാൻ ശ്രമിക്കും. കൊടും തണുപ്പിൽ അവരുടെ പല്ലുകൾ കൂട്ടിയടിക്കും. എന്നാൽ തണുപ്പിനേക്കാൾ ഭയാനകമായിരുന്നു ആ കൂരിരുട്ട്. കണ്ണ് തുറന്നാലും അടച്ചാലും ഒരേപോലെ. തൊട്ടടുത്തിരിക്കുന്നയാളെപ്പോലും കാണാൻ കഴിയില്ല. എവിടെയാണ് ശത്രുക്കൾ പതുങ്ങിയിരിക്കുന്നതെന്നോ ഏതു നിമിഷമാണ് ആക്രമണമുണ്ടാവുകയെന്നോ അറിയാൻ ഒരു മാർഗവുമില്ല. അവരുടെ കേൾവിശക്തി മാത്രമാണ് ഏക ആശ്രയം. ഇലയനങ്ങുന്ന ഓരോ ശബ്ദവും അവരെ ഞെട്ടിച്ചു. ദൂരെ ഒരു ചെന്നായ ഓരിയിടുമ്പോൾ അതെത്ര ദൂരെയാണെന്നോ ഏതു ദിശയിലാണെന്നോ അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. രാത്രി അവർക്ക് മരണത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു. തീ അവർക്ക് പുതിയൊരു കാര്യമല്ല. ആഫ്രിക്കയിൽ വെച്ച് പലതവണ അവർ അത് കണ്ടിട്ടുണ്ട്. വരണ്ട പുൽമേടുകളിൽ ഇടിമിന്നലേറ്റ് തീ പടരുന്നത് ഭയത്തോടെ അവർ നോക്കി നിന്നിട്ടുണ്ട്. മരങ്ങളെയും ചെടികളെയും നിമിഷനേരം കൊണ്ട് ചാമ്പലാക്കുന്ന ആ ചുവന്ന നാവിൻ്റെ സംഹാരതാണ്ഡവം കണ്ട് അവർ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ തീ എന്നത് ഓടിയൊളിക്കേണ്ട, വഴിമാറിപ്പോകേണ്ട ഒരു ഭീകര സത്വമായിരുന്നു. പ്രകൃതിയുടെ നിയന്ത്രിക്കാനാവാത്ത ഒരു ശക്തി. അതിനെ സമീപിക്കുന്നതിനെക്കുറിച്ച് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ആകാശം കറുത്തിരുണ്ടു. ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. മരങ്ങളൊക്കെ ഭ്രാന്തമായി ആടിയുലഞ്ഞു. അതിനു പിന്നാലെ ചെവി തുളയ്ക്കുന്ന ശബ്ദത്തോടെ ഇടിവെട്ടി. താമസിയാതെ പേമാരിയും തുടങ്ങി. അവർ പതിവ് പോലെ ഒരു പാറയുടെ കീഴിൽ ഒതുങ്ങിക്കൂടി. പെട്ടെന്ന് അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെളിച്ചം ഭൂമിയിലേക്ക് പാഞ്ഞു വന്നു. തൊട്ടടുത്തുള്ള ഒരു വലിയ ഉണങ്ങിയ മരത്തിൽ ആ ഇടിമിന്നൽ പതിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ മരം ആഴിക്കത്താൻ തുടങ്ങി. തീനാളങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ആ തീ അണഞ്ഞില്ല. അവർ പേടിച്ചു വിറച്ച് ആ കാഴ്ച നോക്കിയിരുന്നു. എന്നാൽ പതിയെ പതിയെ അവർ ഒരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. രാത്രിയാകുമ്പോൾ സാധാരണ കേൾക്കാറുള്ള ചെന്നായ്ക്കളുടെ ഓരിയിടലോ മറ്റു മൃഗങ്ങളുടെ അനക്കമോ ഒന്നും കേൾക്കുന്നില്ല. ആ കത്തുന്ന മരത്തിൻ്റെ പ്രകാശമുള്ളിടത്തേക്ക് ഒരു ജീവിയും അടുക്കുന്നില്ല. ആ തീ ഒരു ഭീകരനാണെങ്കിലും അതിനേക്കാൾ വലിയ ഭീകരന്മാരെ അത് അകറ്റി നിർത്തുന്നു. വെളിച്ചമുള്ള ആ സുരക്ഷിതമായ വൃത്തത്തിനുള്ളിൽ ഭയമില്ലായ്മയുടെ ഒരു തുരുത്ത് രൂപപ്പെടുന്നത് അവർ തിരിച്ചറിഞ്ഞു. രാത്രി മുഴുവൻ ആ മരം കത്തിക്കൊണ്ടിരുന്നു. അവർ ഉറങ്ങാതെ ഭയവും കൗതുകവും കലർന്ന മനസ്സോടെ അതിനെ നോക്കിയിരുന്നു. ആദ്യമായി ആ രാത്രിയിൽ അവർക്ക് തണുപ്പനുഭവപ്പെട്ടില്ല. ആ തീയിൽ നിന്നും വരുന്ന ചൂട് അവരുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ചൂടുപിടിപ്പിച്ചു. പുലർച്ചെയായപ്പോഴേക്കും മഴ ശമിച്ചു. തീയും പതിയെ അണഞ്ഞു തുടങ്ങിയിരുന്നു. ആ വലിയ മരം ഇപ്പോൾ കരിപിടിച്ച ഒരു കൽക്കൂന പോലെ കാണപ്പെട്ടു. അതിൽ നിന്നും നീർത്ത പുക മാത്രം മുകളിലേക്ക് ഉയരുന്നുണ്ട്. മരത്തിൻ്റെ ചുവട്ടിൽ
ചാരത്തിനടിയിൽ ചില കനലുകൾ ഇപ്പോഴും ചുവന്നു തുടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ രാത്രിയിലെ ഭീകരൻ ഇപ്പോൾ ശാന്തമായി ഉറങ്ങുന്നതുപോലെ. കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷേ ആഫ്രിക്കയിൽ നിന്നും ആദ്യ ചുവടുവെച്ച അതേ ധൈര്യശാലി, പതിയെ എഴുന്നേറ്റു. അവൻ്റെ മനസ്സിൽ പുതിയൊരു ചിന്ത ഉദിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ആ തീ നമുക്ക് സംരക്ഷണം തന്നു, ചൂട് തന്നു. അതിനെ നമ്മോടൊപ്പം കൂട്ടിയാലോ? അതൊരു ഭ്രാന്തൻ ചിന്തയായിരുന്നു. തീയെ പിടിക്കുകയോ? അത് അസാധ്യമാണ്. പക്ഷേ അവൻ്റെ തലച്ചോറ് അതിനുള്ള വഴികളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അവൻ നിലത്ത് കിടന്ന നീളമുള്ള ഒരു ഉണങ്ങിയ മരക്കൊമ്പ് കയ്യിലെടുത്തു. മറ്റുള്ളവർ ഭയത്തോടെ അവനെ നോക്കി. അവൻ ആ കനലുകൾക്കടുത്തേക്ക് നടന്നു. ചൂടുകൊണ്ട് അവൻ്റെ മുഖം വിയർത്തു. അവൻ വളരെ ശ്രദ്ധയോടെ കയ്യിലെ മരക്കൊമ്പിൻ്റെ അറ്റം ആ ചുവന്ന കനലിലേക്ക് മുട്ടിച്ചു. ഒരു നിമിഷത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. പിന്നെ ആ കൊമ്പിൻ്റെ അറ്റത്ത് ഒരു ചെറിയ തീനാളം വിറയലോടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ വിജയിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ ശക്തിയെ അവൻ പിടിച്ചെടുത്തിരിക്കുന്നു. കയ്യിൽ കത്തുന്ന ഒരു പന്തുമായി അവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. അവരുടെ മുഖത്ത് ഭയവും അവിശ്വസനീയതയും നിറഞ്ഞിരുന്നു. എന്നാൽ ആ തീനാളത്തിൻ്റെ വെളിച്ചത്തിൽ പരസ്പരം മുഖങ്ങൾ കണ്ടപ്പോൾ, ആ ചൂട് അനുഭവിച്ചപ്പോൾ അവരുടെ ഭയം പതിയെ കൗതുകത്തിന് വഴിമാറി. അവർക്ക് പുതിയൊരു ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുകയാണ്. ഈ തീ അണയാതെ സൂക്ഷിക്കുക. അതവരുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി മാറി. അവരിലൊരാൾ എപ്പോഴും ആ തീയുടെ കാവൽക്കാരനായി. ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ച് അവർ അതിലിട്ടുകൊണ്ടിരുന്നു. മഴ വന്നാൽ നനയാതെ സൂക്ഷിക്കാൻ അവർ വഴികൾ തേടി. ആ ചെറിയ തീക്കുണ്ടം അവരുടെ താൽക്കാലിക താമസ സ്ഥലത്തിൻ്റെ ഹൃദയമായി മാറി. ഒരു ചെറിയ തമാശ പോലെയാണ് അവർ അടുത്ത വലിയ കാര്യം കണ്ടെത്തുന്നത്. ഇടിമിന്നലേറ്റ മരത്തിൻ്റെ ചുവട്ടിൽ വെന്തുപോലെ ഒരു മുയലിൻ്റെയോ മറ്റോ ജഡം അവർ കണ്ടിരിക്കാം. അല്ലെങ്കിൽ വേട്ടയാടി കൊണ്ടുവന്ന മാംസത്തിൻ്റെ ഒരു കഷ്ണം അബദ്ധത്തിൽ തീയിലേക്ക് വീണുപോയതാവാം. അതെന്തായാലും ആ വെന്ത മാംസത്തിൻ്റെ ഗന്ധം അവരുടെ നാവിൽ വെള്ളമൂറിപ്പിച്ചു. അവർ അതെടുത്ത് കഴിച്ചു നോക്കി. അതൊരു പുതിയ ലോകമായിരുന്നു. പച്ചമാംസത്തേക്കാൾ എത്രയോ മൃദുവായിരുന്നു അത്. ചവയ്ക്കാൻ എളുപ്പം, ദഹിക്കാൻ എളുപ്പം. അതിൽ നിന്നും കൂടുതൽ ഊർജം ലഭിക്കുന്നുവെന്ന് അവരുടെ ശരീരങ്ങൾ തിരിച്ചറിഞ്ഞു. ചരിത്രകാരന്മാർക്കിടയിൽ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് വെളിച്ചത്തിനും സംരക്ഷണത്തിനുമാണോ, അതോ ഭക്ഷണം പാകം ചെയ്യാനാണോ എന്ന്. കാരണം എന്തുതന്നെയായാലും ഈ കണ്ടുപിടുത്തം അവരുടെ ഭക്ഷണരീതിയെ മാറ്റിമറിച്ചു. അതവരുടെ തലച്ചോറിന് കൂടുതൽ വികാസം നൽകി. അന്ന് രാത്രി ആദ്യമായി അവർ ഇരുട്ടിനെ ഭയക്കാതെയിരുന്നു. ആ തീക്കുണ്ഠത്തിനു ചുറ്റും അവർ ഒരുമിച്ചിരുന്നു. തീനാളങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് പരസ്പരം കാണാമായിരുന്നു. ഒരുപക്ഷെ ആദ്യമായി അവർ ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചിരിക്കാം. രാത്രി ഇനി മുതൽ ഭയത്തിൻ്റെ പര്യായമല്ല, മറിച്ച് ഒരുമയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും സമയമാണ്. അവർ രാത്രിയെ തോൽപ്പിച്ചിരിക്കുന്നു. തീയുടെ കണ്ടുപിടുത്തം അവരെ രാത്രിയെ കീഴടക്കാൻ സഹായിച്ചു. അതോടെ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ താളം വന്നു. പകൽ ഭക്ഷണം തേടുന്നു, രാത്രി തീയിനരികിൽ സുരക്ഷിതരായി വിശ്രമിക്കുന്നു. തീ അവർക്ക് ചൂടും സംരക്ഷണവും നൽകി. വേവിച്ച മാംസം അവരുടെ തലച്ചോറിന് കൂടുതൽ ഊർജവും നൽകി. പക്ഷേ ആ ഊർജം പുതിയൊരു പ്രശ്നത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് തീ കൊടുത്തു: വേട്ട. അതുവരെ അവരുടെ വേട്ടയാടലെന്നത് ചെറിയ മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിക്കുകയോ, പുഴയിൽ നിന്ന് മീൻ പിടിക്കുകയോ, അല്ലെങ്കിൽ വലിയ മൃഗങ്ങൾ ഉപേക്ഷിച്ചു പോയത് പങ്കിട്ടെടുക്കുകയോ ആയിരുന്നു. അതൊന്നും ഒരു വലിയ കൂട്ടത്തിന് ദീർഘനാളേക്ക് പര്യാപ്തമായിരുന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ പട്ടിണി. എന്നാൽ ഈയൊരവസ്ഥയ്ക്കൊരു മാറ്റം വേണമെന്ന് കൂട്ടത്തിലെ ചിലരെങ്കിലും ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ കഥാനായകൻ ഒരുപക്ഷെ ആ സംഘത്തിലെ ഏറ്റവും കരുത്തനായ ആളായിരിക്കില്ല, പക്ഷേ ഏറ്റവും നിരീക്ഷണപാടവമുള്ളവനായിരുന്നു. ദിവസങ്ങളോളം അവൻ ഒരേ കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. പുൽമേടിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു ചതിപ്പു നിലത്തിനടുത്തേക്ക് എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് ഒരു കൂട്ടം കാട്ടുകുതിരകൾ വെള്ളം കുടിക്കാനായി വരുന്നു. അവ ശക്തരാണ്, വേഗതയുള്ളവരാണ്. ഒന്നിനെപ്പോലും ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തുക അസാധ്യമാണ്. പക്ഷേ അവ കൂട്ടമായി വരുമ്പോൾ ഒരു പ്രത്യേക വഴിയിലൂടെയാണ് വരുന്നതെന്നും ചതിപ്പിനടുത്തുള്ള ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് അവയുടെ വേഗത കുറയുന്നുണ്ടെന്നും അവൻ മനസ്സിലാക്കി. അവൻ്റെ തലച്ചോർ ആ ദൃശ്യങ്ങളെ വീണ്ടും വീണ്ടും വിശകലനം ചെയ്തു. വേഗത,
കൂട്ടം, ഇടുങ്ങിയ വഴി, ചതുപ്പ്, ഈ വാക്കുകളൊന്നും അവൻ്റെ ഭാഷയിലില്ല. പക്ഷേ ആ ആശയങ്ങൾ അവൻ്റെ മനസ്സിൽ രൂപം കൊള്ളുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം തീയിനരികിലിരിക്കുമ്പോൾ അവൻ തൻ്റെ ആശയം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു. വാക്കുകളില്ലാത്തതുകൊണ്ട് അത് എളുപ്പമായിരുന്നില്ല. അവൻ നിലത്ത് ഒരു നീണ്ട മരക്കമ്പ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അവൻ ആദ്യം കുതിരകളുടെ ഒരു കൂട്ടത്തെ വരച്ചു. പിന്നെ അവ വരുന്ന വഴി, ആ വഴി ചെന്നെത്തുന്ന ചതുപ്പ് നിലം. എന്നിട്ടവൻ സംഘത്തിലെ ഏറ്റവും കരുത്തരായ 5 പേരെ വിരൽ ചൂണ്ടിക്കാണിച്ചു. അവൻ വരച്ച ചിത്രത്തിൽ ആ വഴിയുടെ ഇരുവശത്തുമായി ഓരോരുത്തരെ ഒളിപ്പിച്ചു നിർത്തുന്നതായി കാണിച്ചു. വേറെ 2 പേരെ കുതിരക്കൂട്ടത്തിൻ്റെ പിന്നിൽ നിന്നും ശബ്ദമുണ്ടാക്കി ഓടിക്കുന്നതായും ആംഗ്യം ഭരണിച്ചു. അവൻ്റെ ഉദ്ദേശ്യം വ്യക്തമായിരുന്നു: കുതിരകളെ ഭയപ്പെടുത്തി ഓടിച്ച് ആ ചതുപ്പിലേക്ക് എത്തിക്കുക. ചതുപ്പിൽ പൂണ്ടുപോയാൽ അവയുടെ വേഗത നഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ചേർന്ന് അവയെ ആക്രമിക്കാം. ഇതൊരു പുതിയ കാര്യമായിരുന്നു. അതുവരെ അവർ വ്യക്തിഗതമായാണ് വേട്ടയാടിയിരുന്നത്. ഒരുമിച്ചുള്ളൊരു പദ്ധതി, ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം, ഒരു പൊതുവായ ലക്ഷ്യം. മനുഷ്യചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ട്രാറ്റജി രൂപപ്പെടുകയായിരുന്നു. മറ്റുള്ളവർ ആദ്യം സംശയത്തോടെയാണ് അവനെ നോക്കിയത്. അത് അപകടം പിടിച്ചൊരു കളിയായിരുന്നു. കുതിരയുടെ ഒരൊറ്റ ചവിട്ടുകൊണ്ടും മരണം വരെ സംഭവിക്കാം. പക്ഷേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പട്ടിണിയുടെ ഓർമ്മയും ഒരു വലിയ മൃഗത്തെ വേട്ടയാടിയാൽ കിട്ടുന്ന സമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ വാഗ്ദാനവും അവരെ ആ പദ്ധതിക്ക് സമ്മതം മൂളാൻ പ്രേരിപ്പിച്ചു. അതൊരു ബോർഡ് റൂമിൽ വെച്ച് തയ്യാറാക്കിയ പ്ലാനൊന്നുമായിരുന്നില്ല. മറിച്ച് നിലത്തു വരച്ച കുറച്ചു വരകളും കുറെ ആംഗ്യങ്ങളും പരസ്പരമുള്ള വിശ്വാസവും മാത്രമായിരുന്നു. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് അവർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. ചതുപ്പിനടുത്തുള്ള ഇടുങ്ങിയ വഴിയുടെ ഇരുവശത്തുമുള്ള കുറ്റിക്കാടുകളിൽ 5 പേർ ശ്വാസമടക്കി പിടിച്ചൊഴിച്ചിരുന്നു. അവരുടെ കയ്യിൽ മൂർച്ച കൂട്ടിയ മരക്കമ്പുകളും കല്ലുകൊണ്ടുള്ള ആയുധങ്ങളുമുണ്ട്. അവരുടെ ഹൃദയം പടപടായി ഇടിക്കുന്നുണ്ടായിരുന്നു. ദൂരെ കുതിരക്കൂട്ടം വെള്ളം കുടിക്കാനായി വരുന്നത് അവർ കണ്ടു. പദ്ധതിയുടെ സൂത്രധാരൻ ഒരു മരത്തിന് മുകളിൽ കയറി എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുതിരകൾ ഇടുങ്ങിയ വഴിയിലേക്ക് പ്രവേശിച്ചതും അവൻ മുകളിൽ നിന്നൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കി. അത് പിന്നിൽ ഒളിച്ചു നിന്നവർക്കുള്ള അടയാളമായിരുന്നു. അവർ വലിയ ശബ്ദമുണ്ടാക്കാനും കല്ലുകൾ തമ്മിലിടിച്ച് ഒച്ചയുണ്ടാക്കാനും തുടങ്ങി. ചിലർ തീ പടർത്തിയ പന്തങ്ങൾ വീശി. ഭയന്നുപോയ കുതിരകൾ ചിഹ്നം വിളിച്ചു മുന്നോട്ട് പാഞ്ഞു. അവയുടെ ലക്ഷ്യം മുന്നിലൂടെ തുറന്ന പുൽമേടായിരുന്നു. പക്ഷേ അവ ഓടിയത് നേരെ കെണിയിലേക്കായിരുന്നു. ഇടുങ്ങിയ വഴിയിലൂടെ കുതിച്ചുവന്ന അവയുടെ മുന്നിലേക്ക് കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്നവർ ചാടി വീണു. അവരുടെ ലക്ഷ്യം കുതിരകളെ ആക്രമിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് അവയുടെ വഴിമുടക്കി ചതിപ്പിലേക്ക് തിരിച്ചുവിടുക എന്നതായിരുന്നു. വേട്ടക്കാരുടെ അപ്രതീക്ഷിതമായ പ്രത്യക്ഷപ്പെടൽ കണ്ട് കൂടുതൽ ഭയന്ന കുതിരകൾ ദിശ തെറ്റി ചതുപ്പ് നിലത്തിലേക്ക് പാഞ്ഞുകയറി. ആദ്യത്തെ കുറച്ചടി അവ വേഗത്തിൽ ഓടിയെങ്കിലും പെട്ടെന്ന് അവയുടെ കാലുകൾ ചെളിയിൽ ആഴ്ന്നു പോകാൻ തുടങ്ങി. മുന്നോട്ടു പോകാനാവാതെ ചെളിയിൽ പുതഞ്ചുപോയ അവ നിസ്സഹായരായി കുതറാൻ തുടങ്ങി. ഇതായിരുന്നു അവർ കാത്തിരുന്ന നിമിഷം. വേട്ടക്കാരെല്ലാവരും കൂടി ചതുപ്പിലേക്ക് ഓടിക്കയറി. കയ്യിലെ കൂർത്ത മരക്കമ്പുകൾ ഉപയോഗിച്ച് അവർ കുതിരകളെ ആക്രമിച്ചു. അതൊരു എളുപ്പമുള്ള പോരാട്ടമായിരുന്നില്ല. ചെളിയിൽ പുതഞ്ഞെങ്കിലും അവയുടെ പ്രാണൻ പിടയുന്ന കാലുകൾ അപകടകാരികളായിരുന്നു. പക്ഷെ സംഘടിതമായ ആക്രമണത്തിനു മുന്നിൽ അവയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ 2-3 കുതിരകളെ കീഴ്പ്പെടുത്തി. അന്നവർ തീയുടെ ചുറ്റുമിരുന്ന് ആഘോഷിച്ചു. ആഴ്ചകളോളം കഴിക്കാനുള്ള ഭക്ഷണം അവരുടെ മുന്നിലുണ്ടായിരുന്നു. അതൊരു ഭാഗ്യം കൊണ്ടോ യാദൃശ്ചികമായോ കിട്ടിയതായിരുന്നില്ല. അത് ബുദ്ധിയുടെയും കൂട്ടായ്മയുടെയും ആസൂത്രണത്തിൻ്റെയും വിജയമായിരുന്നു. ആ വിജയം അവരുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കരുത്തുള്ളവന് മാത്രമല്ല, ബുദ്ധിയുള്ളവനും തന്ത്രങ്ങൾ മെനയുന്നവനും കൂട്ടത്തിൽ സ്ഥാനമുണ്ടെന്നവർ തിരിച്ചറിഞ്ഞു. നേതാവ് എന്ന ആശയം ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം രൂപം കൊണ്ടത്. പുരാവസ്തുശാസ്ത്രജ്ഞർക്കിടയിൽ ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. ഇത്തരമൊരു സങ്കീർണമായ വേട്ടയ്ക്ക് അവരെങ്ങനെയാണ് ആശയവിനിമയം നടത്തിയതെന്ന്? കേവലം ആംഗ്യങ്ങളും ചില ശബ്ദങ്ങളും മാത്രമായിരുന്നോ? അതോ ഓടിക്കുക, കെണി, കാത്തുനിൽക്കുക തുടങ്ങിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രാകൃത ഭാഷ അവർക്ക് സ്വന്തമായിരുന്നോ?
എന്നൊക്കെ സംശയങ്ങളുണ്ട്. ശിലായുഗത്തിലെ ചില ഗുഹാചിത്രങ്ങളിൽ ഇത്തരം വേട്ടയുടെ ദൃശ്യങ്ങൾ കോറിയിട്ടിരിക്കുന്നത് ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് തന്ത്രങ്ങൾ പഠിപ്പിക്കാനായിരിക്കാം. അതെന്തായാലും ആ ദിവസം അവർ വെറുമൊരു മൃഗമല്ലെന്ന് സ്വയം തെളിയിക്കുകയായിരുന്നു. പ്രകൃതിയിൽ ലഭ്യമായത് ഭക്ഷിക്കുക എന്നതിനപ്പുറം പ്രകൃതിയുടെ നിയമങ്ങളെ മനസ്സിലാക്കി അതിനെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് അവർ പഠിച്ചു. വിശപ്പിനെ നേരിടാൻ ഒരു പുതിയ ആയുധം കണ്ടെത്തിയ ഹോമോ ഹാബിലസിൽ നിന്നും വിശപ്പിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന ഹോമോ ഇറക്ടസിലേക്കുള്ള ആ മാറ്റം മനുഷ്യനെ ഭൂമിയുടെ അധിപനാക്കുന്നതിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു. അവൻ്റെ മനസ്സ് ഇനി മുതൽ ഒരു വേട്ടക്കാരൻ്റെ സൂത്രശാലിയായ മനസ്സായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞുപോയി. ഹോമോ ഇറക്ടസ് എന്ന ആ സാഹസികൻ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും പല ഭാഗങ്ങളിലായി പടർന്നു പന്തലിച്ചു. പക്ഷേ ഭൂമി എപ്പോഴും ഒരുപോലെയായിരുന്നില്ല. പതിയെ പതിയെ കാലാവസ്ഥ മാറാൻ തുടങ്ങി. ഭൂമിയുടെ അച്ചുതണ്ടിനുണ്ടായ ചെറിയ മാറ്റങ്ങൾ കാരണം ലോകം ഒരു വലിയ മഞ്ഞുകാലത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് യൂറോപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന ഭൂഖണ്ഡം കിലോമീറ്ററുകളോളം കനമുള്ള ഹിമപാളികൾക്ക് താഴെ അമർന്നു. മലകളും താഴ്വരകളും വെളുത്ത പട്ടുപോലെയായി. ചീറിയടിക്കുന്ന കാറ്റും എല്ല് തുളയ്ക്കുന്ന തണുപ്പും ഒരിക്കലും തീരാത്ത മഞ്ഞുവീഴ്ചയും. ജീവന് ഒട്ടും സാധ്യതയില്ലാത്ത ഒരു ലോകം. ഈ ലോകത്താണ് മനുഷ്യൻ്റെ മറ്റൊരു രൂപം അതിജീവിച്ചത്. അവൻ ഹോമോ ഇറക്ടസിൻ്റെ പിൻഗാമിയാണ്. പക്ഷേ കാഴ്ചയിൽ വളരെ വ്യത്യസ്തനാണ്. അവനാണ് നിയാണ്ടർഥാൽ. തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി മാത്രം പ്രകൃതി രൂപപ്പെടുത്തിയെടുത്ത ഒരു മനുഷ്യൻ. അവന് ഉയരം കുറവാണ്, പക്ഷെ ശരീരം കരുത്തുറ്റതാണ്. അവൻ നമ്മുടെ അത്ര മെലിഞ്ഞതല്ല, ഒരു ഗുസ്തിക്കാരനെ പോലെ തടിച്ച ശരീരമാണ് അവനിക്ക്. തഴുത്ത വായു ശ്വസിക്കുമ്പോൾ ചൂടാക്കാൻ പാകത്തിനുള്ള വലിയ മൂക്കാണ് അവനുള്ളത്. അവൻ്റെ തലച്ചോറ് നമ്മുടേതിനേക്കാൾ അല്പം വലുതായിരുന്നു. ഈ മരവിച്ച ലോകത്ത് അതിജീവിക്കാനുള്ള ബുദ്ധിയും കഴിവും അവനുണ്ടായിരുന്നു. ഈ കഥ നടക്കുന്നത് ഇന്നത്തെ ഫ്രാൻസിൻ്റെ തെക്കുഭാഗത്തുള്ള ഒരു താഴ്വരയിലാണ്. പുറത്ത് നല്ല ഹിമക്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. മരങ്ങൾ മഞ്ഞിൽ പൊതിഞ്ഞ് പ്രേതങ്ങളെപ്പോലെ നിൽക്കുന്നു. പുറത്തൊരു ജീവിയുടെയും അനക്കമില്ല. ആകെ കേൾക്കുന്നത് കാറ്റിൻ്റെ ഭ്രാന്തമായ മുരൾച്ച മാത്രം. ഈ ശബ്ദത്തിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി മലഞ്ചെരുവിലുള്ള ഒരു വലിയ ഗുഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പുറത്തെ ലോകം മരവിച്ചതാണെങ്കിലും ഈ ഗുഹയ്ക്കുള്ളിൽ ജീവന്റെ ഒരു നേർത്ത തുടിപ്പുണ്ട്. ഗുഹയുടെ നടുവിലായി ഒരു ചെറിയ തീ എരിയുന്നുണ്ട്. അതിൻ്റെ നേർത്ത വെളിച്ചം ഗുഹയുടെ ഭിത്തികളിൽ വിചിത്രമായ നിഴലുകൾ ഉണ്ടാക്കുന്നു. തീയിൽ നിന്നും വരുന്ന പുക ഗുഹയുടെ മുകളിലുള്ള ഒരു വിടവിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ തീയിനരികിൽ ഒരു മൃഗത്തോലുടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. അവളൊരു നിയാണ്ടർത്താൽ അമ്മയാണ്. അവളുടെ മടിയിൽ മൃഗത്തോലുകൾക്കുള്ളിൽ ചുരുണ്ടുകൂടി ഒരു കുഞ്ഞ് ഉറങ്ങുന്നുണ്ട്. അവൾ ഇടയ്ക്കിടെ തീയിലേക്ക് ഉണങ്ങിയ വിറകുകൊള്ളികൾ വെച്ചുകൊടുത്തു. അവളുടെ കണ്ണുകൾ ഗുഹയുടെ വാതിലിലേക്ക് ഇടയ്ക്കിടെ പാളി നോക്കുന്നുണ്ട്. അവൾ മണിക്കൂറുകളായിട്ട് അവളുടെ ഭർത്താവ്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ, വേട്ടയ്ക്ക് പോയി തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. ഈ കാലാവസ്ഥയിൽ പുറത്തിറങ്ങുന്നത് പോലും ആത്മഹത്യക്ക് തുല്യമാണ്. പക്ഷെ വിശപ്പ് അതിനേക്കാൾ വലിയ അപകടമാണ്. ഗുഹയിൽ ഭക്ഷണം തീർന്നിട്ട് ഒരു ദിവസമായി. അയാളൊരു മാനിനെയോ കാട്ടുപോത്തിനെയോ വേട്ടയാടിയില്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ പട്ടിണി കിടന്ന് മരിക്കും. ഓരോ നിമിഷം കഴിയുന്തോറും അവളുടെ ഉള്ളിൽ ഭയം കൂടുകയാണ്. കാറ്റിൻ്റെ ശബ്ദത്തിനിടയിൽ മറ്റെന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അവൾ കാതോർത്തു. ഒരു സിംഹത്തിൻ്റെ ഗർജനയോ അല്ലെങ്കിൽ മഞ്ഞിൽ കാലുകൾ പൂണ്ടുപോകുന്ന ഭർത്താവിൻ്റെ കാൽപ്പെരുമാറ്റമോ ഒന്നും കേൾക്കുന്നില്ല. വെറും കാറ്റു മാത്രം. പെട്ടെന്ന് ഗുഹയുടെ വാതിൽക്കൽ ഒരു നിഴൽ അനങ്ങുന്നു. കാറ്റിൻ്റെ ശബ്ദത്തെ ഭേദിച്ച് കനത്ത മഞ്ഞിൽ ചവിട്ടി വരുന്ന കാലൊച്ച അവൾ കേട്ടു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. അത് അയാൾ തന്നെയാണോ അതോ വഴിതെറ്റി വന്ന ഏതെങ്കിലും ഗുഹാക്കരടിയാണോ എന്നറിയാതെ അവൾ കയ്യിൽ ഒരു മൂർച്ചയുള്ള കല്ല് മുറുകെ പിടിച്ചു. അങ്ങനെ ആ നിഴൽ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അത് അയാൾ തന്നെയായിരുന്നു.
മഞ്ഞിൽ കുളിച്ച് ക്ഷീണിതനായ ഒരു രൂപം. അവൻ്റെ തോളിൽ ഒരു ചെറിയ റെയിൻഡിയറിൻ്റെ ജഡമുണ്ട്. അവനത് നിലത്തേക്ക് വെച്ചു. അവനേറെ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അവളൊന്നും സംസാരിച്ചില്ല. അവളുടെ മുഖത്തും ആശ്വാസം നിറഞ്ഞു. അവൾ അവൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്ന മഞ്ഞുതരികൾ തട്ടിക്കളഞ്ഞു. അവൻ തീയിനരികിലിരുന്ന് കൈകൾ ചൂടാക്കി. അപ്പോഴേക്കും കുഞ്ഞുണർന്നിരുന്നു. അവൻ അച്ഛനെ കണ്ട് ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി. അച്ഛൻ ക്ഷീണത്തിനിടയിലും അവനെ നോക്കി ഒന്നു മുരണ്ടു. അതായിരുന്നു അവൻ്റെ പുഞ്ചിരി. അതൊരു സാധാരണ കുടുംബത്തിൻ്റെ ചിത്രമായിരുന്നു, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു മഞ്ഞുകാലത്ത്. അവരുടെ ജീവിതം നമ്മുടെയത്ര സങ്കീർണമായിരുന്നില്ല, പക്ഷേ അവരുടെ വികാരങ്ങൾ ഒരുപക്ഷെ നമ്മുടേതിന് സമാനമായിരിക്കാം. ശേഷം അവർ ഒരുമിച്ചിരുന്ന് ആ റെയിൻഡിയറിനെ മുറിച്ച് കഷ്ണങ്ങളാക്കാൻ തുടങ്ങി. അവരുടെ ആയുധങ്ങൾ മുൻപത്തേക്കാൾ എത്രയോ മികച്ചതായിരുന്നു. മൗസ്റ്റീരിയൻ എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്ന കൂടുതൽ സൂക്ഷ്മതയോടെ ചെത്തിയെടുത്ത കല്ലുകൊണ്ടുള്ള കത്തികളും ചുരണ്ടികളുമായിരുന്നു അവ. മാംസം മുറിക്കാനും തോലുരിക്കാനും എല്ലിൽ നിന്നും മാംസം വേർപെടുത്താനും അവർക്കതുകൊണ്ട് കഴിഞ്ഞു. അത്താഴത്തിന് അവർ മാംസം തീയിൽ ചുട്ടെടുത്തു. ഗുഹയുടെ ഒരു മൂലയിൽ പ്രായം ചെന്ന മറ്റൊരാൾ ചുമച്ചുകൊണ്ട് ചുരുണ്ടുകൂടിയിരിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷേ അത് അവളുടെ അച്ഛനായിരിക്കാം. അയാൾക്ക് വേട്ടയ്ക്ക് പോകാനുള്ള ആരോഗ്യമില്ല. അയാൾക്കൊരു പഴയ മുറിവുണ്ട്, പക്ഷേ അവരയാളെ ഉപേക്ഷിച്ചില്ല. വേട്ടയാടി കൊണ്ടുവന്നതിൽ ആദ്യത്തെ പങ്ക് അവർ അയാൾക്കാണ് നൽകിയത്. പരിക്കേറ്റവരെയും പ്രായമായവരെയും സംരക്ഷിക്കുന്നത് നിയാൻഡർഥാലുകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. അത് അതിജീവനത്തിൻ്റെ യുക്തിക്കപ്പുറത്തുള്ള സ്നേഹത്തിൻ്റെയോ കടപ്പാടിൻ്റെയോ ഭാഗമായിരുന്നിരിക്കാം. നിയാൻഡർതാലുകൾ വെറും മൃഗതുല്യരായ ഗുഹാമനുഷ്യരായിരുന്നു, അതോ അവർക്ക് നമ്മളെപ്പോലെ സ്നേഹവും ദുഃഖവും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് പണ്ഡിതർ ഇന്നും തർക്കത്തിലാണ്. ഇറാഖിലെ ഷാനിദാർ ഗുഹയിൽ നിന്നും കണ്ടെത്തിയ ഒരു നിയാൻഡർതാൽ അസ്ഥികൂടത്തിൻ്റെ സമീപത്തു നിന്നും പലതരം പൂക്കളുടെ പൂമ്പൊടികൾ കണ്ടെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അവർ മരിച്ചവരെ പൂക്കളർപ്പിച്ച് സംസ്കരിച്ചിരിക്കാം. അതൊരു വിചിത്രമായ കണ്ടെത്തലായിരുന്നു. അതിജീവനത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത സൗന്ദര്യബോധത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒരു അടയാളം. പുറത്ത് ഹിമക്കാറ്റ് ഭ്രാന്തമായി അലറിക്കൊണ്ടിരുന്നു. പക്ഷേ ആ ഗുഹയ്ക്കുള്ളിൽ ആ ചെറിയ കുടുംബം സുരക്ഷിതരായിരുന്നു. വയറു നിറയെ ഭക്ഷണം കഴിച്ച് തീയുടെ ചൂടേറ്റ് അവർ പരസ്പരം ചേർന്നിരുന്നു. അവരുടെ ലോകം ചെറുതായിരുന്നു, അപകടം നിറഞ്ഞതായിരുന്നു. പക്ഷേ ആ ഗുഹയ്ക്കുള്ളിൽ അവർക്ക് അവരുടേതായൊരു ലോകമുണ്ടായിരുന്നു. സ്നേഹവും കരുതലും പരസ്പര വിശ്വാസവും നിറഞ്ഞൊരു ലോകം. അവരുടെ ഗുഹ ഒരു അഭയകേന്ദ്രം മാത്രമല്ല, അതൊരു വീടായിരുന്നു. അങ്ങനെ മഞ്ഞുകാലം പതിയെ പിൻവാങ്ങുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമി വീണ്ടും ചൂടുപിടിക്കുന്നു. യൂറോപ്പിലെ നിയാൻഡർതാലുകൾ തണുപ്പിനോട് പൊരുതി ജീവിക്കുമ്പോൾ ആഫ്രിക്കയിൽ പുതിയൊരു മനുഷ്യൻ രൂപമെടുത്തിരുന്നു. അവരാണ് നമ്മൾ, ഹോമോസാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ. കാഴ്ചയിൽ അവർ നമ്മളെപ്പോലെയാണ്. അവരുടെ തലച്ചോറ് സങ്കീർണമായ കാര്യങ്ങൾ ചിന്തിക്കാൻ ശേഷിയുള്ളതായിരുന്നു. അവർ പുതിയ ആയുധങ്ങളുണ്ടാക്കി, പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു, പുതിയ ലോകങ്ങൾ സ്വപ്നം കണ്ടു. പക്ഷേ അവർക്കൊരു വലിയ പരിമിതിയുണ്ടായിരുന്നു. അവരുടെ ആശയങ്ങൾ അവരുടെ തലയ്ക്കുള്ളിൽ തന്നെ ഒതുങ്ങിപ്പോയിരുന്നു. നമ്മുടെ കഥ നടക്കുന്നത് ആഫ്രിക്കയിലെ ഒരു പുഴയുടെ തീരത്താണ്. ഏകദേശം 1,00,000 വർഷങ്ങൾക്കപ്പുറം ഇവിടെ ഒരു ചെറിയ കൂട്ടം ഹോമോസാപ്പിയൻസ് ജീവിക്കുന്നു. അവർ ഭക്ഷണം തേടി അലയുകയാണ്. പുഴയുടെ തീരത്ത് വളർന്നു നിൽക്കുന്ന ചെടികളിൽ നിന്ന് കഴിക്കാൻ കൊള്ളാവുന്ന കിഴങ്ങുകൾ പറിച്ചെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം. കൂട്ടത്തിൽ ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ അത് നമ്മുടേതുപോലുള്ള സംഭാഷണമല്ല. പലതരം ശബ്ദങ്ങൾ, മുരൾച്ചകൾ, ആംഗ്യങ്ങൾ, മുഖഭാവങ്ങൾ, അതായിരുന്നു അവരുടെ ഭാഷ. അവിടെ എന്ന് കാണിക്കാൻ വേണ്ടി കൂപ്പത്തിലെ ഒരു ചെറുപ്പക്കാരൻ വളരെ ആവേശത്തോടെ പുഴയുടെ അരികിലുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് വിരൽ ചൂണ്ടി. മറ്റുള്ളവർ അവൻ ചൂണ്ടിയ ദിക്കിലേക്ക് നോക്കി. അവിടെ നല്ല തടിച്ച കിഴങ്ങുകൾ തഴച്ചു വളർന്നു നിൽക്കുന്നു. എല്ലാവർക്കും സന്തോഷമായി. അവർ അങ്ങോട്ട് നടന്നു.
പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് പെട്ടെന്നൊരു പരിഭ്രമം വന്നു. അവൻ വീണ്ടും ആംഗ്യം കാണിച്ചു. കൈകൊണ്ട് അരുത് എന്ന് കാണിക്കാൻ ശ്രമിച്ചു. അവൻ കൈകൾ ഒരു പാമ്പിനെപ്പോലെ പുളയിച്ച് കാണിച്ചു. പക്ഷേ അവൻ്റെ ആംഗ്യം വ്യക്തമായിരുന്നില്ല. കിഴഞ്ഞുകൾ കണ്ട സന്തോഷത്തിൽ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചില്ല. അവർ കരുതിയത് അവൻ കിഴങ്ങുകൾ എങ്ങനെയാണ് പറിച്ചെടുക്കേണ്ടതെന്ന് കാണിക്കുകയാണെന്നാണ്. അവനൊന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കി. ഒരു മുന്നറിയിപ്പിന്റെ ശബ്ദം. അതൊരു സാധാരണ അപായസൂചനയായിരുന്നു. സിംഹം വന്നാലും പുലി വന്നാലും അവർ ഇതേ ശബ്ദമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ആ ശബ്ദം കേട്ടപ്പോൾ അവർ ചുറ്റും നോക്കി. വലിയ മൃഗങ്ങളെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് അവർ വീണ്ടും കിഴങ്ങുകൾ പറിക്കാൻ മുന്നോട്ടാഞ്ഞു. അരുത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നിസ്സഹായനായി നിന്നു. അങ്ങനെ കൂട്ടത്തിലൊരു സ്ത്രീ കുറ്റിക്കാടിനടുത്തേക്ക് നടന്നതും പുല്ലുകൾക്കിടയിൽ നിന്നും ഒരു ചീറ്റൽ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. അവൾ ഞെട്ടി പിന്നോട്ടു മാറി. തൊട്ടുമുന്നിൽ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു കരിമൂർഖൻ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൾക്ക് കടിയേൽക്കാതിരുന്നത്. എല്ലാവരും പേടിച്ച് പിന്നോട്ടോടി. ആ ചെറുപ്പക്കാരൻ ഉദ്ദേശിച്ചതെന്താണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. കിഴങ്ങുകൾ ഉണ്ടായിരുന്നത് പാമ്പിന്റെ പുറ്റിനു മുകളിലായിരുന്നു. അന്നു വൈകുന്നേരം തീനരികിലിരുന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ അസ്വസ്ഥനായിരുന്നു. അവന്റെ ആശയക്കുഴപ്പം അതായിരുന്നു. ഒരു സിംഹത്തെ കാണുമ്പോൾ കൊടുക്കുന്ന അതേ മുന്നറിയിപ്പ് ഒരു പാമ്പിനെ കാണുമ്പോൾ കൊടുത്താൽ എങ്ങനെ ശരിയാകും? അവൻ തല പുകഞ്ഞ് ആലോചിച്ചു. സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണം, പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അനങ്ങാതെ നിൽക്കുകയോ പിന്നോട്ടു മാറുകയോ ആണ് വേണ്ടത്. ഒരേ ആംഗ്യം, ഒരേ ശബ്ദം. പക്ഷെ രണ്ട് സാഹചര്യങ്ങളിലും പ്രതികരണം വ്യത്യസ്തമായിരിക്കണം. ഈ ആശയക്കുഴപ്പം കാരണം ഇന്നൊരാളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ തലച്ചോർ ഒരു പുതിയ വഴി തേടുകയായിരുന്നു. കൂടുതൽ കൃത്യമായ, വ്യക്തമായ ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. പിറ്റേന്ന് രാവിലെ അവൻ പുഴരിലേക്ക് വെള്ളം കുടിക്കാൻ പോയപ്പോൾ വീണ്ടും അതിനെ കണ്ടു. മറ്റൊരു പാമ്പൊരു പാറയുടെ മുകളിൽ വെയിൽ കായുകയാണ്. അവൻ അതിനെ ശല്യപ്പെടുത്താതെ ദൂരെ നിന്ന് നിരീക്ഷിച്ചു. അതിടയ്ക്കിടെ നാക്ക് പുറത്തേക്കിട്ടൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ചീറ്റൽ ശബ്ദം അവൻ്റെ തലച്ചോറിൽ നന്നായി പതിഞ്ഞു. അവൻ ആ ശബ്ദം അനുകരിക്കാൻ ശ്രമിച്ചു. അത് മൃഗങ്ങളുടെ മുരൾച്ച പോലെയല്ല, പക്ഷികളുടെ ചിലക്കൽ പോലെയല്ല. അതൊരു പുതിയ ശബ്ദമാണ്. ആ പ്രത്യേക ജീവിയിൽ നിന്നും വരുന്ന ശബ്ദം. അങ്ങനെ അവൻ്റെ മനസ്സിൽ ഒരു പുതിയ ആശയം ഉദിച്ചു. ഈ ശബ്ദം ആ ജീവിയുടെ അടയാളമാക്കിയാലോ? സിംഹം വരുമ്പോൾ അത് മുരളുന്നതുപോലെ പാമ്പിനെ കാണുമ്പോൾ പാമ്പ് ചീറ്റുന്ന ശബ്ദമുണ്ടാക്കിയാൽ മറ്റുള്ളവർക്ക് അപകടം കൃത്യമായി മനസ്സിലാകില്ലേ? അതൊരു വിപ്ലവകരമായ ചിന്തയായിരുന്നു. അതുവരെ ശബ്ദമെന്നത് ഭയം, സന്തോഷം തുടങ്ങിയ വികാരത്തെ പ്രകടിപ്പിക്കാനുള്ള ഉപാധി മാത്രമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ശബ്ദത്തെ ഒരു പ്രത്യേക വസ്തുവുമായി ബന്ധിപ്പിക്കുക എന്നത് ചിന്തയുടെ പുതിയൊരു തലമായിരുന്നു. അന്നുച്ചയ്ക്ക് അവർ വീണ്ടും ഭക്ഷണം തേടി ഇറങ്ങി. ഭാഗ്യത്തിന് അല്ലെങ്കിൽ നിർഭാഗ്യത്തിന് അവർ വീണ്ടും ഒരു പാമ്പിനെ കണ്ടു. ഇത്തവണയും ആദ്യം കണ്ടത് നമ്മുടെ കഥാനായകനായിരുന്നു. അവൻ പതിവ് പോലെ ആംഗ്യം കാണിക്കുകയോ മുന്നറിയിപ്പിന്റെ ശബ്ദമുണ്ടാക്കുകയോ ചെയ്തില്ല. പകരം അവൻ ഉറക്കെയും വ്യക്തമായും ആ പുതിയ പാമ്പിന്റെ ചീറ്റൽ പോലത്തെ ശബ്ദം പുറപ്പെടുവിച്ചു. കൂട്ടത്തിലുള്ളവർ ഒരു നിമിഷം നിന്നു. അതൊരു അപരിചിതമായ ശബ്ദമായിരുന്നു. അവരവനെ സംശയത്തോടെ നോക്കി. അവൻ വീണ്ടും അതേ ശബ്ദമുണ്ടാക്കി, ഒപ്പം പാമ്പിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ചിലരുടെയെങ്കിലും തലച്ചോറിൽ ആ ബന്ധം രൂപപ്പെട്ടു. ആ ശബ്ദം, പാമ്പ്. അവർ പതിയെ പിന്നോട്ടു മാറി. അവർക്ക് കാര്യം മനസ്സിലായി. അതൊരു വിജയമായിരുന്നു. ആശയവിനിമയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു അത്. ആ ശബ്ദം ഒരുപക്ഷെ മനുഷ്യന്റെ ആദ്യത്തെ വാക്കുകളിലൊന്നായിരിക്കാം. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് പുഴയെ സൂചിപ്പിക്കാൻ വെള്ളമൊഴുകുന്നത് പോലുള്ള ശബ്ദവും സിംഹത്തെ സൂചിപ്പിക്കാൻ അതിൻ്റെ ഗർജന ശബ്ദവും അവർ അനുകരിക്കാൻ തുടങ്ങി. ഓരോ ശബ്ദവും ഓരോ ആശയത്തിൻ്റെ താക്കോലായി മാറി. ഭാഷയുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു? ഇത്തരം പ്രകൃതിയിലെ ശബ്ദങ്ങളെ അനുകരിക്കുന്നതിലൂടെയായിരുന്നോ, അതോ ആംഗ്യങ്ങൾക്കൊപ്പം വന്ന ശബ്ദങ്ങൾ പതിയെ ആംഗ്യങ്ങളെ ഇല്ലാതാക്കിയതാണോ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിലെ ഒരു വലിയ സംവാദ വിഷയമാണ്. കാരണം എന്തുതന്നെയായാലും ആ കണ്ടുപിടുത്തം മനുഷ്യനെന്ന നിലയിലുള്ള നമ്മുടെ വളർച്ചയിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. അവർക്ക് FOPC2 എന്നൊരു ജീൻ ഉണ്ടായിരുന്നു. ഇതേ ജീൻ നമ്മൾ ആധുനിക മനുഷ്യർക്കുമുണ്ട്.
ഇത് ഭാഷയുടെയും സംസാരശേഷിയുടെയും വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ജീൻ അവർക്ക് ശബ്ദങ്ങളെ നിയന്ത്രിക്കാനും പുതിയവ പഠിക്കാനുമുള്ള കഴിവ് നൽകിയിരിക്കാം. ഒരു വാക്കു പിറന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അതിരുകളില്ല. ഒരു വാക്ക് മറ്റൊരു വാക്കിലേക്ക് നയിച്ചു. പതിയെ പതിയെ അവർക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഭാവിയിലെ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാനും, എന്തിന് വെറുതെ തമാശകൾ പറയാൻ പോലും കഴിഞ്ഞു. തലച്ചോറിനുള്ളിലെ ചിന്തകളെ പുറത്തെടുത്ത് മറ്റൊരാളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞ ആ നിമിഷം മനുഷ്യൻ ശരിക്കും ബുദ്ധിയുള്ള മനുഷ്യനായി മാറുകയായിരുന്നു. ഭാഷയുടെ പിറവിയോടെ മനുഷ്യന്റെ ലോകം വികസിച്ചു. അവർക്കിപ്പോൾ ആശയങ്ങൾ പങ്കുവയ്ക്കാം, ഓർമ്മകൾ കൈമാറാം, ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. ഇതവരുടെ സാമൂഹിക ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കി. വേട്ടയാടാനുള്ള പദ്ധതികൾ കൂടുതൽ മെച്ചപ്പെട്ടു, കൂട്ടായ്മകൾ കൂടുതൽ ശക്തമായി. പക്ഷേ മനുഷ്യന്റെ തലച്ചോറിനുള്ളിൽ മറ്റെന്തോ ഒന്നുകൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക എന്നതിനപ്പുറം പുതിയ യാഥാർത്ഥ്യങ്ങളെ ഭാവനയിൽ കാണാനുള്ള ഒരു കഴിവ്. ഇപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് ഏകദേശം 35,000 വർഷങ്ങൾക്കപ്പുറം ഇന്നത്തെ സ്പെയിനിലെ മലനിരകളിലുള്ള ഒരു ഗുഹയിലാണ്. മഞ്ഞുകാലം പൂർണ്ണമായി മാറിയിട്ടില്ല, പക്ഷേ നിയാൻഡർതാളുകൾ ജീവിച്ചിരുന്ന കൊടും തണുപ്പുമില്ല. ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് ഹോമോ സാപ്പിയൻസിൻ്റെ ഒരു കൂട്ടമാണ്. അവർ പഴങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയുമാണ് ജീവിക്കുന്നത്. അവരുടെ വീട് ഒരു വലിയ ഗുഹയുടെ പ്രവേശന കവാടത്തിനടുത്താണ്. വെളിച്ചവും വായുസഞ്ചാരവുമുള്ള ആ ഭാഗത്താണ് അവർ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും. എന്നാൽ ആ ഗുഹയ്ക്ക് വളരെ ഇരുണ്ട ആഴത്തിലുള്ള ഒരു ഉൾഭാഗമുണ്ട്. പേടിപ്പെടുത്തുന്ന നിശബ്ദതയും തണുപ്പും നിറഞ്ഞ ആ ഭാഗത്തേക്ക് സാധാരണയായി ആരും പോകാറില്ല. അപ്പോൾ നമ്മുടെ കഥാനായകൻ ഒരു ചെറുപ്പക്കാരനാണ്. അവനൊരു നല്ല വേട്ടക്കാരനല്ല, പക്ഷേ അവൻ്റെ ശ്രദ്ധ പലപ്പോഴും മറ്റുള്ളവർ കാണാത്ത ചെറിയ കാര്യങ്ങളിലായിരിക്കും. ഒരു പൂവിൻ്റെ നിറം, ഒരു പുഴയുടെ ശബ്ദം, ആകാശത്തിലെ മേഘങ്ങളുടെ രൂപം തുടങ്ങിയവയിലായിരിക്കും അവൻ്റെ ശ്രദ്ധ. മറ്റുള്ളവരവനെ ഒരു സ്വപ്നാടകനായി കളിയാക്കാറുമുണ്ട്. ഒരു ദിവസം ഒരു വലിയ വേട്ടയ്ക്ക് ശേഷം എല്ലാവരും ആഘോഷിക്കുമ്പോൾ അവൻ പതിയെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഗുഹയുടെ ഉൾഭാഗത്തേക്ക് നടന്നു. അവൻ്റെ കയ്യിൽ തീ പടർത്താനായി ഒരു ചെറിയ പന്തമുണ്ട്. അവൻ ഗുഹയുടെ ആഴങ്ങളിലേക്ക് നടന്നു. പുറത്തെ ലോകത്തിൻ്റെ ശബ്ദങ്ങളൊന്നും അവിടെ എത്തുന്നില്ല. അവൻ്റെ കാൽപ്പെരുമാറ്റവും പന്തത്തിലെ തീ കത്തുന്ന നേർത്ത ശബ്ദവും മാത്രം. ഗുഹയുടെ ഭിത്തികൾ ഈർപ്പമുള്ളതും മിനുസുമില്ലാത്തതുമായിരുന്നു. പലയിടത്തും പാറകൾ തള്ളിയും വളഞ്ഞുമിരുന്നു. അവൻ ഒരു വലിയ പാറയുടെ മുന്നിൽ നിന്നു. അവിടെയിരുന്ന് തൻ്റെ കയ്യിലെ തീപ്പന്തം നിലത്തുവെച്ചു. ആ ചെറിയ വെളിച്ചത്തിൽ ഗുഹയുടെ ഭിത്തിയിലെ നിഴലുകൾ വിറയലോടെ ചലിക്കുന്നത് അവൻ നോക്കിയിരുന്നു. അവൻ്റെ സ്വന്തം നിഴൽ ഒരു ഭീകരരൂപിയെപ്പോലെ വലുതായി കാണപ്പെട്ടു. അവൻ വെറുതെ ആ നിഴൽ രൂപങ്ങളെ നോക്കിയിരിക്കെ ഒരു പ്രത്യേക നിമിഷത്തിൽ ഭിത്തിയിലെ ഒരു പാറയുടെ തള്ളി നിൽക്കുന്ന ഭാഗത്ത് വെളിച്ചവും നിഴലും ചേർന്ന് ഒരു കാട്ടുപോത്തിന്റെ തലയുടെ രൂപം സൃഷ്ടിച്ചു. അതൊരു നിമിഷത്തേക്ക് മാത്രം സംഭവിച്ചതാണ്. കാറ്റിൽ തീനാളമൊന്നുലഞ്ഞപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായി. പക്ഷേ ആ ദൃശ്യം അവൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞുപോയി. അവൻ വീണ്ടും ആ രൂപം കാണാനായി തീപ്പന്തം ചലിപ്പിച്ചു നോക്കി. ഇല്ല, അത് വരുന്നില്ല. അതൊരു യാദൃച്ഛികതയായിരുന്നു. അവന് വല്ലാത്തൊരു നഷ്ടബോധം തോന്നി. ആ കാട്ടുപോത്ത് ഒരു നിമിഷത്തേക്ക് അവിടെ ജീവനോടെ ഉണ്ടായിരുന്നതുപോലെ അവന് തോന്നി. അതിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ ചുറ്റും നോക്കി. തീപ്പന്തത്തിൽ നിന്നും കരിഞ്ഞ ഒരു മരക്കഷ്ണം താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അതെടുത്തു. അവൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു. അവൻ പതിയെ എഴുന്നേറ്റ് ആ പാറയുടെ അടുത്തേക്ക് നടന്നു. മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന ആ രൂപം അവൻ ആ കരിക്കട്ട കൊണ്ട് പാറയിൽ വരയ്ക്കാൻ തുടങ്ങി. അവൻ്റെ കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യം അതൊരു വിചിത്രമായ കറുത്ത വര മാത്രമായിരുന്നു. പിന്നെ അവൻ അതിനു കൊമ്പുകൾ വരച്ചു, കണ്ണുകൾ വരച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ പാറപ്പുറത്ത് ഒരു കാട്ടുപോത്ത് പ്രത്യക്ഷപ്പെട്ടു. അതൊരു യഥാർത്ഥ പോത്തായിരുന്നില്ല, വെറും കറുത്ത വരകൾ മാത്രം. പക്ഷേ
അവൻ തീപ്പന്തത്തിന്റെ വെളിച്ചത്തിൽ അതിനെ നോക്കി നിന്നപ്പോൾ പാറയുടെ വളവുകൾ കാരണം അതിന് ജീവനുണ്ടെന്നും തീനാളങ്ങൾ അനങ്ങുമ്പോൾ ആ പോത്ത് ശ്വാസമെടുക്കുന്നത് പോലെയൊക്കെ അവന് തോന്നി. അങ്ങനെ അവൻ ആദ്യമായി ഒരു കാര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതെ, എന്നാൽ അതൊരു ആയുധമോ ഉപകരണമോ ഒന്നുമല്ല. ഇല്ലാത്ത ഒന്നിനെ, തൻ്റെ ഭാവനയിലുള്ള ഒന്നിനെ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവൻ ഭയത്തോടെയും അത്ഭുതത്തോടെയും ആ ചിത്രത്തിൽ തൊട്ടുനോക്കി. കറിയുടെ തണുത്ത പൊടി അവൻ്റെ വിരലുകളിൽ പറ്റി. അങ്ങനെ ആവേശത്തോടെ അവൻ ഗുഹയുടെ പുറത്തേക്ക് ഓടി. അവൻ മറ്റുള്ളവരെ ആംഗ്യം കാണിച്ച് വിളിച്ചു. ആദ്യം അവർക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് അവൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ കുറച്ചുപേർ അവൻ്റെ കൂടെ ഗുഹയുടെ ഉള്ളിലേക്ക് ചെന്നു. തീപ്പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ആ കാട്ടുപോത്തിനെ കണ്ടപ്പോൾ അവർ നിശബ്ദരായി. ചിലർ ഭയത്തോടെ പിന്നോട്ടു മാറി. ഒരാൾ പതിയെ മുന്നോട്ടു വന്ന് അവനെപ്പോലെ തന്നെ ആ ചിത്രത്തിൽ തൊട്ടുനോക്കി. അത് വെറും പാറയാണെന്ന് ഉറപ്പുവരുത്താനെന്ന പോലെ. അവരുടെ കണ്ണുകളിൽ ആരാധനയോ ഭയമോ കലർന്ന ഒരു പുതിയ ഭാവം അവൻ കണ്ടു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അവൻ വരച്ച ആദ്യത്തെ ചിത്രം അവനെ തൃപ്തിപ്പെടുത്തിയില്ല. അതിന് ജീവനില്ലായിരുന്നു. അങ്ങനെ അവൻ നിറങ്ങൾ തേടിയിറങ്ങി. പുഴയുടെ തീരത്തുനിന്നും ചുവന്ന നിറമുള്ള കളിമണ്ണ് അവൻ കണ്ടെത്തി. കറുത്ത പാറക്കഷ്ണങ്ങൾ ഉരസി കറുത്ത പൊടിയുണ്ടാക്കി. അവൻ ആ മൺകട്ടകൾ വെള്ളമോ മൃഗക്കൊഴുപ്പോ ചേർത്ത് അരിച്ച് ചായം നിർമ്മിച്ചു. വിരലുകൾ കൊണ്ടും മൃഗങ്ങളുടെ രോമം കൊണ്ട് നിർമ്മിച്ച ബ്രഷുകൾ കൊണ്ടും അവൻ ആ ചിത്രത്തിന് നിറം നൽകി. ഇപ്പോൾ ആ പോത്തിന് കൂടുതൽ ജീവനുള്ളതായി തോന്നി. പുരാവസ്തു ഗവേഷകർക്ക് ഇന്നും പൂർണ്ണമായി ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു രഹസ്യമാണിത്. എന്തിനായിരുന്നു അവർ ഈ ചിത്രങ്ങൾ വരച്ചത്? അത് വെറും ഭംഗിക്ക് വേണ്ടിയായിരുന്നോ? അതോ അതിനു പിന്നിൽ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടായിരുന്നോ? ചിലർ വിശ്വസിക്കുന്നത് അത് ഒരു തരം വേട്ടയാടൽ മാന്ത്രിക വിദ്യയാണെന്നാണ്. ഒരു മൃഗത്തിൻ്റെ ചിത്രം വരച്ചാൽ യഥാർത്ഥ വേട്ടയിൽ ആ മൃഗത്തെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസം. അതുകൊണ്ടാണോ അവർ കുന്തം കൊണ്ടുള്ള മുറിവുകളോടെയുള്ള മൃഗങ്ങളെ വരച്ചത്? അതോ ഒരു വലിയ വേട്ടയുടെ കഥ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിരുന്നോ? അല്ലെങ്കിൽ ആ ഇരുണ്ട ഗുഹകൾ അവരുടെ ആരാധനാലയങ്ങളായിരുന്നിരിക്കാം. ഒരു ഷാമൻ അഥവാ മന്ത്രവാദി ആത്മാക്കളുമായി സംസാരിക്കാൻ വേണ്ടി നടത്തിയ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിരുന്നോ ഈ ചിത്രരചന? ഇതിൻ്റെ ഒരു വിചിത്രമായ വശം എന്തെന്നാൽ ഈ ചിത്രങ്ങളിൽ പലതും ഗുഹയുടെ ഏറ്റവും ഉള്ളിൽ എത്തിപ്പെടാൻ വളരെ പ്രയാസമുള്ള സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. അവർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളിലല്ല. അവർക്ക് മണിക്കൂറുകളോളം ഇഴഞ്ഞും വലിഞ്ഞു കയറിയും മാത്രമേ അവിടെ എത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇത് സൂചിപ്പിക്കുന്നത് ആ ചിത്രങ്ങൾ ഒരു പൊതു പ്രദർശനത്തിനായിരുന്നില്ല, മറിച്ച് വളരെ സ്വകാര്യവും ഒരുപക്ഷെ പവിത്രവുമായ ഒരു കാര്യത്തിനായിരുന്നു എന്നാണ്. കാരണം എന്തുതന്നെയായാലും ആ കരിക്കട്ട കയ്യിലെടുത്ത നിമിഷം മനുഷ്യൻ്റെ ഭാവനയുടെ ലോകം തുറക്കപ്പെടുകയായിരുന്നു. അവൻ യാഥാർത്ഥ്യത്തിൻ്റെ പകർപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവൻ ഇല്ലാത്ത ജീവികളെയും മനുഷ്യനും മൃഗവും ചേർന്ന രൂപങ്ങളെയും വരയ്ക്കാൻ തുടങ്ങി. കെട്ടുകഥകളുടെയും പുരാണങ്ങളുടെയും മതങ്ങളുടെയും പിറവി ഒരുപക്ഷെ ആ ഗുഹാഭിത്തിയിൽ നിന്നായിരിക്കാം. അവൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു പുതിയ ലോകം രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ അവനത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും കഴിയുമായിരുന്നു. ഗുഹാചിത്രങ്ങൾ വരച്ച ആ കലാകാരന്മാരുടെ കാലവും കടന്നുപോയി. മനുഷ്യൻ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്നു. അവൻ്റെ തലച്ചോറ് വികസിച്ചു, ഭാഷ കൂടുതൽ സങ്കീർണമായി, ഭാവന പുതിയ ലോകങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ അവൻ്റെ മുന്നിൽ ഒരു വലിയ തടസ്സം ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അഗാധമായ അറ്റമില്ലാത്ത കടൽ. അവർക്ക് മീൻ പിടിക്കാൻ അറിയാമായിരുന്നു. ചെറിയ പുഴകൾ മുറിച്ചു കടക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ചക്രവാളത്തിനപ്പുറം എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. കടൽ അവർക്ക് ലോകത്തിൻ്റെ അവസാനമായിരുന്നു. അതിനപ്പുറം ഒന്നുമില്ലാത്ത ഒരു ശൂന്യത. നമ്മുടെ കഥയുടെ ഈ ഭാഗം നടക്കുന്നത് ഏകദേശം 65,000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ തെക്കുകിഴക്കൻ ഏഷ്യയുടെ തീരപ്രദേശത്താണ്. ഒരുപക്ഷെ ഇന്നത്തെ ഇന്തോനേഷ്യയുടെ ഭാഗമായ ഏതെങ്കിലും ഒരു ദ്വീപിൽ. ഇവിടെ ജീവിക്കുന്ന ഹോമോസാപ്പിയൻസിൻ്റെ കൂട്ടത്തിന് ഭക്ഷണത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. കടൽ അവർക്ക് ആവശ്യത്തിലധികം മത്സ്യങ്ങളെയും കക്കകളെയും നൽകി.
പക്ഷെ അവരുടെ കൂട്ടത്തിലെ ചിലർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, എപ്പോഴും കടലിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. രാത്രിയിൽ ആകാശത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ അവർ കടലിലെ കറുത്ത വെള്ളത്തിലേക്ക് നോക്കി നിൽക്കും. ചിലപ്പോൾ വളരെ ദൂരെ വെള്ളത്തിൽ ചില നക്ഷത്രങ്ങൾ പ്രതിഫലിക്കുന്നത് കാണാം. അത് കാണുമ്പോൾ അവർക്ക് തോന്നും, അതും ഒരു കരയായിരിക്കുമോ? അവിടെയും നമ്മളെപ്പോലെ മനുഷ്യരുണ്ടാവുമോ? ഈ ചിന്ത അവരുടെ ഉള്ളിൽ ഒരു വിത്തുപോലെ മുളച്ചുപൊട്ടി. പക്ഷേ എങ്ങനെ അവിടെ എത്തും? അവർക്ക് വലിയ കപ്പലുകളോ ബോട്ടുകളോ ഇല്ല. മരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്ന് അവർക്കറിയാം. ചിലപ്പോൾ പുഴ കടക്കാനായി അവർ ചെറിയ മരത്തടികളിൽ പിടിച്ചു പോകാറുണ്ട്. പക്ഷേ കടലിലെ വലിയ തിരമാലകളെ അതിജീവിക്കാൻ ഒരു ചെറിയ മരത്തടിക്ക് കഴിയില്ല. കൂട്ടത്തിലൊരുവനുണ്ടായിരുന്നു. അവനൊരു നല്ല വേട്ടക്കാരനോ മീൻപിടുത്തക്കാരനോ ആയിരുന്നില്ല. പക്ഷേ അവനൊരു നിർമ്മാതാവായിരുന്നു. അവൻ മണിക്കൂറുകളോളം മുളങ്കാടുകളിൽ ചിലവഴിക്കും. മുളയുടെ ഉറപ്പും വഴക്കവും അവൻ മനസ്സിലാക്കിയിരുന്നു. അവൻ മുളകൾ കൂട്ടിച്ചേർത്ത് കയറുകൊണ്ട്, ഒരുപക്ഷെ വള്ളികൾ കൊണ്ട് കെട്ടി ചെറിയ വസ്തുക്കൾ ഉണ്ടാക്കുമായിരുന്നു. ഒരു ദിവസം അവൻ തൻ്റെ കൂട്ടുകാരോട് ഒരു പുതിയ ആശയം പറഞ്ഞു. നമുക്ക് കുറേ അധികം മുളകൾ ഒരുമിച്ച് ചേർത്ത് കെട്ടി ഒരു വലിയ പ്രതലമുണ്ടാക്കിയാലോ? ഒരു മരത്തടി പോലെ അത് മറിഞ്ഞു പോവില്ല. കുറേ പേർക്ക് ഒരുമിച്ചിരുന്ന് അതിൽ യാത്ര ചെയ്യാം. അതൊരു വിചിത്രമായ ആശയമായിരുന്നു. കടലിലേക്കിറങ്ങുകയോ? തിരമാലകൾ അതിനെ തകർത്ത് കളയില്ലേ? അവർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ചക്രവാളത്തിനപ്പുറമുള്ള ലോകം കാണാനുള്ള ആഗ്രഹം അവരുടെ ഭയത്തേക്കാൾ വലുതായിരുന്നു. അവരവനെ സഹായിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം അവർ വലിയ മുളകൾ വെട്ടിയെടുത്തു. അവരവ ഒരുമിച്ച് നിരത്തി വള്ളികൾ കൊണ്ട് മുറുക്കിക്കെട്ടി. അങ്ങനെ മനുഷ്യന്റെ ആദ്യത്തെ ചങ്ങാതം രൂപപ്പെട്ടു. അതൊരു വലിയ നിർമ്മിതിയായിരുന്നില്ല. ഒരുപക്ഷെ 10-15 പേർക്ക് ഇരിക്കാൻ മാത്രം വലിപ്പമുള്ള ഒന്ന്. പക്ഷേ അത് അവരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നായിരുന്നു. അത് കരയെയും കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. അവർ യാത്രയ്ക്ക് തയ്യാറെടുത്തു. കുറച്ച് കുടിവെള്ളം, ഒരുപക്ഷെ മുളയുടെ ഉള്ളിലോ മൃഗത്തോലുകൊണ്ടുള്ള സഞ്ചികളിലോ കരുതി. കുറച്ചുണക്കിയ മത്സ്യവും. അവർക്ക് കോമ്പസോ ഭൂപടമോ ഇല്ലായിരുന്നു. അവരുടെ വഴികാട്ടി ആകാശത്തിലെ നക്ഷത്ര സമൂഹങ്ങളായിരുന്നു. രാത്രിയിൽ ഒരു പ്രത്യേക നക്ഷത്ര സമൂഹം എപ്പോഴും ഒരേ ദിശയിലാണ് കാണപ്പെടുന്നതെന്ന് അവർ ശ്രദ്ധിച്ചിരുന്നു. ആ നക്ഷത്രങ്ങളെ ലക്ഷ്യമാക്കി പോയാൽ ഒരുപക്ഷെ എവിടെയെങ്കിലും എത്താൻ കഴിയുമെന്ന് അവർ കണക്കുകൂട്ടി. ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിച്ച ഒരു വിഷയമാണിത്. പ്രാചീന മനുഷ്യർക്ക് ഇത്ര കൃത്യമായി വാനനിരീക്ഷണം നടത്താനും അത് ദിശ നിർണയിക്കാൻ ഉപയോഗിക്കാനും കഴിഞ്ഞിരുന്നോ? അതോ അവർ തീരത്തോട് ചേർന്ന് ഒരു ദ്വീപിൽ നിന്ന് അടുത്തതിലേക്ക് കാഴ്ചയുടെ സഹായത്തോടെ യാത്ര ചെയ്തതാണോ? ഒരു ദിവസം രാവിലെ തിരമാലകൾ ശാന്തമായിരുന്നപ്പോൾ അവർ ആ ചങ്ങാടം കടലിലേക്ക് തള്ളിയിറക്കി. ഏകദേശം 20ഓളം പേരടങ്ങുന്ന ഒരു സംഘം അതിൽ കയറിയിരുന്നു. സ്ത്രീകളും കുട്ടികളും ആ യാത്രയിലുണ്ടായിരുന്നു. അതൊരു വിനോദയാത്രയായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ ലോകം തേടിയുള്ള പലായനമായിരുന്നു. അവർ തുഴയാൻ തുടങ്ങി. പതിയെ പതിയെ അവർക്ക് പരിചിതമായ ആ തീരം ദൂരെ ഒരു നേർത്ത വര പോലെയായി മാറി. ഒടുവിൽ അതും കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഇപ്പോൾ അവരുടെ ചുറ്റും നീല നിറം മാത്രം. മുകളിൽ നീലാകാശം, താഴെ നീലക്കടൽ. അവർ ഈ പ്രപഞ്ചത്തിൽ ഒറ്റപ്പെട്ടതുപോലെ. പകൽ മുഴുവൻ അവർ തുഴഞ്ഞു. സൂര്യന്റെ ദിശ നോക്കി അവർ ഏകദേശം ശരിയായ വഴിയിലാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തി. രാത്രിയായപ്പോൾ അവർ തുഴച്ചിൽ നിർത്തി. അവർ പ്രതീക്ഷയോടെ ആകാശത്തേക്ക് നോക്കി. അവർ അടയാളം വെച്ച ആ നക്ഷത്രങ്ങൾ അവിടെ തന്നെയുണ്ട്. അതവർക്ക് വലിയ ആശ്വാസം നൽകി. പക്ഷേ രാത്രിക്കടൽ ഭയാനകമായിരുന്നു. ഗുഹയിലെ ഇരുട്ടുപോലെയല്ല ഇത്. താഴെ അഗാധമായ ആഴങ്ങളിൽ എന്തൊക്കെ ജീവികളാണുള്ളതെന്നോ എപ്പോഴാണ് ഒരു വലിയ തിരമാല വന്ന് തങ്ങളെ വിഴുങ്ങുകയെന്നോ അറിയില്ല. ചങ്ങാടത്തിൻ്റെ ചെറിയ വിടവുകളിലൂടെ വെള്ളം ഉള്ളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവർ കരുതിയ വെള്ളവും ഭക്ഷണവും തീർന്നു തുടങ്ങി. ചിലർക്ക് ദാഹിച്ചു തളർന്ന് സംസാരിക്കാൻ പോലും വയ്യാതായി. അവരുടെ ആവേശം പതിയെ ഭയത്തിനും നിരാശയ്ക്കും വഴിമാറി. ഒരുപക്ഷെ തങ്ങൾക്ക് തെറ്റുപറ്റിയോ? ഈ കടലിനപ്പുറം ഒരു കരയുമില്ലേ? അവർ മരിക്കാൻ പോകുകയാണോ? കൂട്ടത്തിൽ ചിലർ കരയാൻ തുടങ്ങി. പക്ഷെ ആ യാത്രയുടെ നേതാവ് അവരെ ധൈര്യപ്പെടുത്തി. അവൻ ദൂരേക്ക് വിരൽ ചൂണ്ടി.
അവിടെ നോക്കൂ. അവന്റെ ശബ്ദത്തിൽ പുതിയൊരു ഊർജമുണ്ടായിരുന്നു. എല്ലാവരും അവൻ ചൂണ്ടിയ ദിക്കിലേക്ക് നോക്കി. ചക്രവാളത്തിൽ ഒരു കറുത്ത പൊട്ടുപോലെ എന്തോ ഒന്ന് കാണുന്നു. അതൊരു മേഘമാണോ, അതോ തങ്ങളുടെ കണ്ണിന് തോന്നുന്നതാണോ? അവർ വീണ്ടും ആവേശത്തോടെ തുഴയാൻ തുടങ്ങി. മണിക്കൂറുകൾ തുഴഞ്ഞപ്പോൾ ആ കറുത്ത പൊട്ട് വലുതായി വന്നു. അതൊരു മേഘമായിരുന്നില്ല, അതൊരു കരയായിരുന്നു. മരങ്ങളും മലകളും നിറഞ്ഞ ഒരു പുതിയ ലോകം. അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ കരയെത്തിയപ്പോൾ ആവേശത്തോടെ ചങ്ങാടത്തിൽ നിന്നിറങ്ങി ആ മണ്ണിൽ മുഖം ചേർത്തു. അവരെത്തിയത് ഒരു പുതിയ ഭൂഖണ്ഡത്തിലായിരുന്നു, ഓസ്ട്രേലിയ. ഇന്നും പുരാവസ്തു ഗവേഷകർ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണിത്. എങ്ങനെയാണ് 65,000 വർഷങ്ങൾക്ക് മുൻപ് വളരെ പ്രാകൃതമായ സാങ്കേതികവിദ്യ മാത്രം ഉപയോഗിച്ച് മനുഷ്യൻ ഇത്രയും വലിയൊരു സമുദ്രയാത്ര നടത്തിയത്? ഇതൊരു ഒറ്റപ്പെട്ട യാത്രയായിരുന്നോ, അതോ പല സംഘങ്ങളായി അവർ കുടിയേറിയോ? ഈ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവർ എത്തിയ ആ ലോകം വിചിത്രമായിരുന്നു. അവർക്കൊട്ടും പരിചിതമല്ലാത്ത മൃഗങ്ങൾ, കങ്കാരുക്കളെയും കോലകളെയും ഭീമാകാരന്മാരായ പക്ഷികളെയും അവർ ആദ്യമായി കാണുകയായിരുന്നു. അവർക്ക് പുതിയ വേട്ടയാടൽ രീതികൾ പഠിക്കേണ്ടി വന്നു, പുതിയ സസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടി വന്നു. പക്ഷെ അവർ അതിജീവിച്ചു. ആ ചെറിയ ചങ്ങാടത്തിൽ കടൽ കടന്ന ആ സാഹസികരുടെ പിൻഗാമികളാണ് ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ. ആ യാത്ര മനുഷ്യന്റെ കഴിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അവൻ കരയെ മാത്രമല്ല, കടലിനെയും കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ ഓസ്ട്രേലിയയിലും സൈബീരിയയിലും എത്തിക്കഴിഞ്ഞു. അവൻ ലോകത്തിന്റെ മിക്ക കരഭാഗങ്ങളിലും തന്റെ കാൽപ്പാടുകൾ പതിപ്പിച്ചു. പക്ഷേ അവന്റെ യാത്രയിൽ അവൻ തനിച്ചായിരുന്നില്ല. അവൻ പോയ ഇടങ്ങളിലെല്ലാം അവനു മുൻപേ മറ്റു മനുഷ്യരുണ്ടായിരുന്നു. ഹോമോ ഇറക്റ്റസിന്റെ പിൻഗാമികളായ നിയാണ്ടർതാലുകൾ യൂറോപ്പിലും, ഡെനിസോവനുകൾ ഏഷ്യയിലും, മറ്റു പ്രാചീന മനുഷ്യവർഗങ്ങൾ പലയിടങ്ങളിലുമായി ജീവിച്ചിരുന്നു. ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഒരേ സമയം പലതരം മനുഷ്യരുണ്ടായിരുന്നു. നമ്മൾ ഹോമോസാപ്പിയൻസ് അതിലൊന്നു മാത്രമായിരുന്നു. നമ്മുടെ കഥയുടെ ഈ അധ്യായം യൂറോപ്പിലെ ഒരു തണുത്ത താഴ്വരയിലാണ് നടക്കുന്നത്. മഞ്ഞുകാലം അവസാനിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്. ഒരു പുഴയുടെ തീരത്ത് 2 ചെറിയ കൂട്ടങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഒരു കൂട്ടർ നിയാണ്ടർതാലുകളാണ്. അവർ തടിച്ച കരുത്തരായ മനുഷ്യരാണ്. അവരുടെ കയ്യിൽ കല്ലുകൊണ്ടുള്ള മൗസ്റ്റീരിയൻ ആയുധങ്ങളുണ്ട്. അവർ മൃഗത്തോലുകൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. മറ്റേ കൂട്ടർ അല്പം ദൂരെ മാറി നിന്ന് കൗതുകത്തോടെയും അല്പം ഭയത്തോടെയും അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹോമോസാപ്പിയൻസ് ആണ്, നമ്മുടെ പൂർവികർ. അവർ മെലിഞ്ഞ് ഉയരം കൂടിയവരാണ്. അവരുടെ ആയുധങ്ങൾ കൂടുതൽ മികച്ചതാണ്. എല്ലുകൊണ്ടും മാൻകൊമ്പുകൊണ്ടും നിർമ്മിച്ച സൂക്ഷ്മമായ സൂചികളും കുന്തമുനകളും അവരുടെ കയ്യിലുണ്ട്. ഇവർ തമ്മിലുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നിരിക്കാം എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംവാദങ്ങളിലൊന്നാണ്. അവർ പരസ്പരം കണ്ടപ്പോൾ അത് മറ്റൊരു തരം മനുഷ്യരാണ് എന്നോ അല്ലെങ്കിൽ അതൊരു വിചിത്ര മൃഗമാണ് എന്നോ ഇരുവരും ചിന്തിച്ചു കാണും. അങ്ങനെ നമ്മുടെ സാപ്പിയൻ സംഘത്തിൻ്റെ നേതാവായ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ടൊരു ചുവടുവെച്ചു. അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. അതൊരു സമാധാനത്തിൻ്റെ ആംഗ്യമായിരുന്നു. അപ്പോൾ നിയാണ്ടർതാലുകളുടെ നേതാവായ പ്രായം ചെന്ന കരുത്തനായൊരു പുരുഷൻ അവനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു. അവൻ്റെ കൈകൾ കല്ലുകൊണ്ടുള്ള മഴുവിൽ മുറുകെ പിടിച്ചിരുന്നു. സാപ്പിയൻസ് ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതൊരു സൗഹൃദത്തിൻ്റെ അടയാളമാണെന്ന് മറ്റേയാൾക്ക് മനസ്സിലായോ എന്ന് സംശയമാണ്. നിയാണ്ടർതാലുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു കുട്ടി ആകാംക്ഷയോടെ മുന്നോട്ട് വന്ന് സാപ്പിയൻസിനെ നോക്കി. സാപ്പിയൻസിന്റെ കൂട്ടത്തിലെ ഒരു സ്ത്രീ ആ കുട്ടിയെ കണ്ട് വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. അവൾ തന്റെ കഴുത്തിൽ കിടന്ന എല്ലിൻ കഷണങ്ങൾ കോർത്ത് ഒരു മാല ഊരി ആ കുട്ടിക്ക് നേരെ നീട്ടി. അതൊരു സമ്മാനമായിരുന്നു, സൗന്ദര്യമുള്ള ഉപയോഗശൂന്യമായൊരു വസ്തു. നിയാണ്ടർതാൽ നേതാവ് ആ മാലയിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് കൗതുകവും ഒപ്പം സംശയവും നിറഞ്ഞൊരു ഭാവം മിന്നിമറഞ്ഞു. അവൻ മുന്നോട്ട് വന്ന് ആ മാല വാങ്ങി. അവനത് തിരിച്ചും മറിച്ചും നോക്കി. ഇങ്ങനെയൊന്ന് അവൻ മുൻപ് കണ്ടിട്ടില്ല.
അവന്റെ സംസ്കാരത്തിൽ അലങ്കാരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. അവരുടെ ഉപകരണങ്ങളെല്ലാം ഉപയോഗത്തിനു വേണ്ടിയുള്ളതായിരുന്നു. ഇവിടെയാണ് രണ്ട് വർഗങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വ്യക്തമാകുന്നത്. നിയാണ്ടർതാലുകൾ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്നവരായിരുന്നു. അവരുടെ ലോകം അതിജീവനത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാൽ ഹോമോ സാപ്പിയൻസ് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. അവർക്ക് ഭാവനയുണ്ടായിരുന്നു, കലയുണ്ടായിരുന്നു, സൗന്ദര്യബോധമുണ്ടായിരുന്നു. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും വിശ്വസിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ കഴിവായിരിക്കാം അവരെ മുന്നോട്ട് നയിച്ചത്. ആദ്യത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു? അവർ സുഹൃത്തുക്കളായോ അതോ ശത്രുക്കളായോ? ഇതിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. ഒരുപക്ഷേ രണ്ടും സംഭവിച്ചിരിക്കാം. ചിലയിടങ്ങളിൽ അവർ സമാധാനപരമായി ജീവിച്ചിരിക്കാം. ചിലപ്പോൾ അവർ പരസ്പരം കച്ചവടം നടത്തിയിരിക്കാം. സാപ്പിയൻസിന്റെ മികച്ച ആയുധങ്ങൾക്ക് പകരമായി നിയാണ്ടർതാലുകൾ യൂറോപ്പിലെ കാലാവസ്ഥയെയും മൃഗങ്ങളെയും കുറിച്ചുള്ള അറിവ് പകർന്നുകൊടുത്തിരിക്കാം. ഒരുപക്ഷെ അവർ ഒരുമിച്ചു വേട്ടയാടിയിരിക്കാം. ഏറ്റവും പ്രധാനമായി അവർ പ്രണയിച്ചിരിക്കാം. ആധുനിക മനുഷ്യരുടെ DNA പരിശോധിച്ചപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ആഫ്രിക്കൻ വംശജരല്ലാത്ത മിക്കവാറും എല്ലാ മനുഷ്യരിലും 1 മുതൽ 4% വരെ നിയാണ്ടർതാൾ DNA കാണപ്പെടുന്നുണ്ട്. ഇത് വ്യക്തമാക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഹോമോസാപ്പിയൻസും നിയാണ്ടർതാലുകളും തമ്മിൽ ഇണചേർന്നിരുന്നു. അവർക്ക് കുട്ടികളുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് നടന്ന ആ പ്രണയത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ ഇന്നും നമ്മുടെ ശരീരത്തിൽ കൊണ്ടു നടക്കുന്നു. പക്ഷേ എല്ലാ കൂടിക്കാഴ്ചകളും ഇങ്ങനെ സമാധാനപരമായിരുന്നില്ല. ചിലയിടങ്ങളിൽ അവർ ഭക്ഷണത്തിനും വാസസ്ഥലത്തിനും വേണ്ടി പരസ്പരം പോരടിച്ചിരിക്കാം. സാപ്പിയൻസിന്റെ മികച്ച ആയുധങ്ങളും സംഘടിതമായ ആക്രമണ രീതികളും സങ്കീർണമായ ഭാഷയും നിയാണ്ടർതാലുകളെ പരാജയപ്പെടുത്തിയിരിക്കാം. ഒരു വർഗം എന്ന നിലയിൽ നിയാണ്ടർതാലുകൾ പതിയെ അപ്രത്യക്ഷരാകാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അവർക്ക് വംശനാശം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുണ്ട്. ഒരു വാദം പറയുന്നത് സാപ്പിയൻസിന്റെ വരവ് അവരെ കൂടുതൽ മെച്ചപ്പെട്ട വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കി അവരുടെ ഭക്ഷണ ലഭ്യത കുറച്ചു എന്നാണ്. ഇത് പതിയെ അവരുടെ എണ്ണം കുറയാൻ കാരണമായി. മറ്റൊരു സാധ്യത സാപ്പിയൻസ് കൊണ്ടുവന്ന പുതിയ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി നിയാണ്ടർതാലുകൾക്ക് ഇല്ലായിരുന്നു എന്നതാണ്. അല്ലെങ്കിൽ സാപ്പിയൻസിന്റെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിക്കുകയും അവർ നിയാണ്ടർതാലുകളെ പതിയെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ആഗിരണം ചെയ്യുകയുമാവാം. ഒരുപക്ഷെ ഇതെല്ലാം ഒരുമിച്ച് സംഭവിച്ചതുമാകാം. നമ്മുടെ കഥയിലെ ആ നിയാണ്ടർതാൽ സംഘത്തിന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവർ സാപ്പിയൻസുമായി ചേർന്ന് പുതിയൊരു തലമുറയ്ക്ക് ജന്മം നൽകിയിരിക്കാം. അല്ലെങ്കിൽ ഒരു തണുപ്പുകാലത്ത് ഭക്ഷണത്തിനായി നടന്നൊരു പോരാട്ടത്തിൽ അവർ പരാജയപ്പെട്ടിരിക്കാം. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപ് അവസാനത്തെ നിയാണ്ടർതാൽ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷനായി. അതോടെ ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യവർഗം മാത്രം അവശേഷിച്ചു: ഹോമോ സാപ്പിയൻസ്. അതെ, നമ്മൾ. അതൊരു വിജയമായിരുന്നോ അതോ ഒരു നഷ്ടമായിരുന്നോ? നരവംശ ശാസ്ത്രജ്ഞർക്കിടയിൽ പലപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമാണിത്. നമുക്കൊപ്പം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള മറ്റൊരു മനുഷ്യവർഗം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും? നമ്മൾ തനിച്ചായിരുന്നില്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം ഇത്രയധികം വളരുമായിരുന്നോ? അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: ആ കണ്ടുമുട്ടൽ, അത് സ്നേഹത്തിൻ്റെയോ യുദ്ധത്തിൻ്റെയോ ആയിക്കൊള്ളട്ടെ, മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നിർണായക നിമിഷമായിരുന്നു. നമ്മൾ ആരാണെന്ന് നിർവചിക്കുന്നതിൽ ആ കണ്ടുമുട്ടലിന് വലിയൊരു പങ്കുണ്ട്. ഭൂമിയിൽ ഇനി നമ്മൾ ഹോമോസാപ്പിയൻസ് മാത്രം. നിയാണ്ടർതാലുകളുടെ ഓർമ്മകൾ നമ്മുടെ DNA-യിൽ മാത്രം ഒതുങ്ങി. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുൻപ് അവസാനത്തെ മഞ്ഞുകാലവും പൂർണ്ണമായി അവസാനിച്ചു. ഭൂമി വീണ്ടും പച്ചപ്പണിഞ്ഞു. കാലാവസ്ഥ കൂടുതൽ സ്ഥിരതയുള്ളതായി. ഈ പുതിയ ലോകത്ത് മനുഷ്യൻ അവൻ്റെ ഏറ്റവും വലിയ വിപ്ലവത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അത് പുതിയൊരു ആയുധത്തിൻ്റെയോ കലയുടെയോ വൻകരയുടെയോ കണ്ടുപിടുത്തമായിരുന്നില്ല, മറിച്ച് ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരു തീരുമാനമായിരുന്നു.
നമ്മുടെ കഥയുടെ അവസാന ഭാഗം നടക്കുന്നത് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് ചരിത്രകാരന്മാർ വിളിക്കുന്ന ഇന്നത്തെ മധ്യപൂർവേഷ്യയിലെ ഒരു നദീതടത്തിലാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള ഈ പ്രദേശം ഫലഭൂവിഷ്ഠമായിരുന്നു. ഇവിടെ ഒരു ചെറിയ കൂട്ടം ഹോമോസാപ്പിയൻസ് ജീവിക്കുന്നു. അവരുടെ ജീവിതം ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരേപോലെയാണ്. അവർ മൃഗങ്ങൾ പോകുന്ന വഴിക്ക് അവയെ പിന്തുടരുന്നു. കാലത്തിനനുസരിച്ച് കായ്ക്കുന്ന പഴങ്ങൾ തേടി യാത്ര ചെയ്യുന്നു. ഒരിടത്തും അവർ സ്ഥിരമായി താമസിക്കുന്നില്ല. ഭൂമി മുഴുവൻ അവരുടെ വീടാണ്. പക്ഷേ അവർക്ക് സ്വന്തമായി ഒരു വീടില്ല. ഈ കൂട്ടത്തിൽ ഒരു യുവതിയുണ്ട്. അവൾ മറ്റുള്ളവരെ പോലെ വേട്ടയാടുന്നതിലോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലോ ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ ലോകം ചെറുതായിരുന്നു. ചെടികളും പൂക്കളും വിത്തുകളുമായിരുന്നു അവളുടെ കൂട്ടുകാർ. ഓരോ സീസണിലും എവിടെയാണ് നല്ല കാട്ടുഗോതമ്പും ബാർലിയും കിട്ടുന്നതെന്ന് അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഓരോ വർഷവും മഴക്കാലം കഴിഞ്ഞ് അവർ ഒരു പ്രത്യേക കുന്നിൻ ചെരുവിലെ തങ്ങളുടെ പ്രിയപ്പെട്ട താവളത്തിലേക്ക് മടങ്ങി വരാറുണ്ടായിരുന്നു. അവിടെ വിശാലമായ പുൽമേടുകളിൽ കാട്ടുധാന്യങ്ങൾ സ്വർണ്ണ നിറത്തിൽ വിളഞ്ഞു നിൽക്കുമായിരുന്നു. അവർ അവിടെയെത്തി ഏതാനും ആഴ്ചകൾ താമസിക്കും. സ്ത്രീകൾ കൊട്ട നിറയെ ധാന്യമണികൾ ശേഖരിക്കും. അവരത് കല്ലുകൾക്കിടയിൽ വെച്ച് പൊടിച്ച് വെള്ളം ചേർത്ത് ഒരു തരം റൊട്ടി ഉണ്ടാക്കി തീയിൽ ചുട്ടെടുക്കും. അതൊരു ഉത്സവകാലം പോലെയാണ്. വയറു നിറയെ ഭക്ഷണം, സുരക്ഷിതമായ ഒരു താവളം. പക്ഷേ അത് അധികനാൾ നീണ്ടു നിൽക്കില്ല. ധാന്യങ്ങൾ തീരുന്നതോടെ അല്ലെങ്കിൽ മൃഗക്കൂട്ടങ്ങൾ അവിടം വിട്ടു പോകുന്നതോടെ അവരും തങ്ങളുടെ യാത്ര തുടരും. ഒരു വർഷം അവർ പതിവ് പോലെ ആ ധാന്യങ്ങൾ ശേഖരിച്ചു. നല്ലൊരു പങ്ക് അവർ കഴിച്ചു. ബാക്കിയുള്ളത് അടുത്ത കുറച്ച് ദിവസത്തെ യാത്രയ്ക്കായി കരുതി. പോകുന്നതിനു മുൻപ് അവർ താവളമടിച്ചിരുന്ന സ്ഥലത്ത് കുറച്ച് ധാന്യമണികൾ നിലത്ത് ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ കൊട്ടയിൽ നിന്നും തൂവിപ്പോയതാവാം, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുമ്പോൾ ചിതറിയതാവാം. ആരും അത് ശ്രദ്ധിച്ചില്ല. അതൊരു സാധാരണ സംഭവമായിരുന്നു. അവർ തങ്ങളുടെ ഭാണ്ഡക്കെട്ടകളുമെടുത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്രയായി. ഒരു വർഷം മുഴുവൻ അവർ അലഞ്ഞു തിരിഞ്ഞു. പല സ്ഥലങ്ങളിൽ താമസിച്ചു. പലതരം ഭക്ഷണങ്ങൾ കഴിച്ചു. ചിലപ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടന്നു. ഒരു വേട്ടയ്ക്കിടയിൽ അവരുടെ കൂട്ടത്തിലെ ഒരാൾക്ക് പരിക്കേറ്റു. യാത്ര അവന് വലിയ ബുദ്ധിമുട്ടായി. ആ യുവതിയുടെ മനസ്സിൽ പലപ്പോഴും ആ പഴയ താവളത്തിന്റെ ഓർമ്മ വരുമായിരുന്നു. ആ സുരക്ഷിതത്വം, ആ സമൃദ്ധി. എന്തിനാണ് നമ്മൾ ഇങ്ങനെ എപ്പോഴും അലയുന്നത്? ഒരിടത്ത് തന്നെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം? അതൊരു വിപ്ലവകരമായ ചിന്തയായിരുന്നു. കാരണം മനുഷ്യൻ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒരു നാടോടിയായിരുന്നു. ഒരിടത്ത് നിൽക്കുക എന്നത് അവന്റെ പ്രകൃതമായിരുന്നില്ല. അടുത്ത വർഷം അവർ വീണ്ടും ആ കുന്നിൻ ചെരുവിലെ തങ്ങളുടെ പ്രിയപ്പെട്ട താവളത്തിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ഇത്തവണ അവിടെ അവരെ കാത്തിരുന്നത് ഒരു അത്ഭുതമായിരുന്നു. അവർ കഴിഞ്ഞ വർഷം താമസിച്ചിരുന്ന സ്ഥലത്ത് ആ പുൽമേട്ടിലെ മറ്റെവിടെയുമില്ലാത്ത രീതിയിൽ കാട്ടുഗോതമ്പ് കൂട്ടമായി തഴച്ചു വളർന്നു നിൽക്കുന്നു. ഒരു ചെറിയ വയലുപോലെ. മറ്റുള്ളവർ അതൊരു ഭാഗ്യമായി കരുതി. പ്രകൃതി അവർക്ക് നൽകിയ ഒരു സമ്മാനം. പക്ഷേ ആ യുവതിയുടെ മനസ്സ് മറ്റൊന്നാണ് ചിന്തിച്ചത്. അവൾ ആ ചെടികളെ സൂക്ഷിച്ചു നോക്കി. അവൾക്ക് കാര്യം മനസ്സിലായി. കഴിഞ്ഞ വർഷം ഇവിടെ വീണ്ടുപോയ വിത്തുകളാണ് ഇപ്പോൾ മുളച്ചു പൊന്തിയിരിക്കുന്നത്. അതൊരു ദൈവീകമായ അത്ഭുതമല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു നിയമമാണ്. വിത്ത് മണ്ണിൽ വീണാൽ, വെള്ളം കെട്ടിയാൽ അത് വീണ്ടും മുളയ്ക്കും. ആ തിരിച്ചറിവ് ചെറുതായിരുന്നില്ല. അത് ഭൂമിയുമായുള്ള മനുഷ്യന്റെ ബന്ധത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു. അവൾ തന്റെ ആശയം മറ്റുള്ളവരുമായി പങ്കുവച്ചു. നമ്മൾ ഇവിടെ തന്നെ നിന്നാലോ? ഈ വിത്തുകൾ നമുക്ക് തന്നെ ഇവിടെ വിതറിയാലോ? അങ്ങനെയെങ്കിൽ അടുത്ത വർഷം നമുക്ക് യാത്ര പോകേണ്ടി വരില്ല. ഭക്ഷണം നമ്മളെ തേടി ഇവിടെ തന്നെ ഉണ്ടാകും. ആദ്യം അവർക്ക് സംശയമുണ്ടായിരുന്നു. കൃഷി ചെയ്യുക എന്നത് അവർക്കറിയാത്ത കാര്യമായിരുന്നു. പക്ഷേ നിരന്തരമായ യാത്രയുടെ ക്ഷീണവും പട്ടിണിയുടെ ഓർമ്മയും ഒരു സുരക്ഷിതമായ ഭവനമെന്ന സ്വപ്നവും അവരെ ആ തീരുമാനത്തിലേക്ക് നയിച്ചു. അവർ ആദ്യമായി തങ്ങളുടെ നാടോടി ജീവിതം ഉപേക്ഷിച്ചു. അവർ അവിടെ ചെറിയ കുടിലുകൾ കെട്ടി. അവർ നിലം വൃത്തിയാക്കി. കയ്യിലുണ്ടായിരുന്ന ധാന്യമണികൾ അവിടെ വിതറി. അതൊരു എളുപ്പമുള്ള പണിയായിരുന്നില്ല. കൃഷിയെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ലായിരുന്നു. വിളവ് നശിപ്പിക്കാൻ വരുന്ന പ്രാണികളോടും പക്ഷികളോടും അവർക്ക് പോരാടേണ്ടി വന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾ അവരെ വലച്ചു. പക്ഷേ മാസങ്ങൾക്ക് ശേഷം അവർ തങ്ങളുടെ ആദ്യത്തെ വിളവെടുത്തു. അത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു. ഒരുപക്ഷേ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സംതൃപ്തി നിറഞ്ഞ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്.
ചരിത്രപരമായ ഒരു വിരോധാഭാസമായി ചിലരിതിനെ കാണുന്നുണ്ട്. കൃഷി മനുഷ്യന്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയോ അതോ കൂടുതൽ ദുരിതപൂർണമാക്കിയോ? നാടോടിയായിരുന്നപ്പോൾ അവന് പലതരം ഭക്ഷണങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ കർഷകനായപ്പോൾ അവൻ്റെ ഭക്ഷണം ഗോതമ്പിലോ ബാർലിയിലോ ഒതുങ്ങി. ഇത് പുതിയ രോഗങ്ങൾക്ക് കാരണമായി. ഒരേ സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ രോഗങ്ങൾ വേഗത്തിൽ പടർന്നു. സ്വകാര്യ സ്വത്ത് എന്ന ആശയം വന്നതോടെ എൻ്റെ സ്ഥലം, എൻ്റെ വിളവ് എന്ന ചിന്ത വന്നു. അത് തർക്കങ്ങൾക്കും യുദ്ധങ്ങൾക്കും വഴിതെളിച്ചു. ഒരു തരത്തിൽ മനുഷ്യൻ സ്വയം ഒരു കൂട്ടിലടയ്ക്കുകയായിരുന്നു. പക്ഷേ കൃഷി നൽകിയ ഒരു വലിയ നേട്ടമുണ്ടായിരുന്നു: ഭക്ഷണത്തിൻ്റെ മിച്ചം. എല്ലാവരും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ചിലർക്ക് മറ്റു ജോലികളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അങ്ങനെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടായി, ആയുധങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടായി, ഭരിക്കുന്നവരുണ്ടായി, നിയമങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടായി. ഗ്രാമങ്ങൾ നഗരങ്ങളായി വളർന്നു, നഗരങ്ങൾ സാമ്രാജ്യങ്ങളായി. മിച്ചമുള്ള ധാന്യത്തിൻ്റെ കണക്കുകൾ സൂക്ഷിക്കാനായി അവർ എഴുത്തുവിദ്യ കണ്ടുപിടിച്ചു. ആ ചെറിയ കുന്നിൻ ചരിവിലെ ചിതറി വീണ കുറച്ചു ധാന്യമണികളിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. ആ യുവതിയുടെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ നിന്നും. ആ നിമിഷം മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമല്ലാതായി തീരുകയായിരുന്നു. അവൻ പ്രകൃതിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ശക്തിയായി മാറുകയായിരുന്നു. അവൻ്റെ കാൽക്കീഴിലാണിപ്പോൾ ഭൂമി. അങ്ങനെ നമ്മുടെ ഈ നീണ്ട യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 26 ലക്ഷം വർഷങ്ങൾക്കപ്പുറം ആഫ്രിക്കയിലെ ഒരു പുൽമേട്ടിൽ ഒരു കല്ലെടുത്ത് മറ്റൊരു കല്ലിലിടിച്ച് മൂർച്ചയുള്ള ഒരു ഉപകരണം നിർമ്മിച്ച ആ ആദ്യത്തെ മനുഷ്യനിൽ നിന്നും നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മൾ തീയെ മെരുക്കി, കടലുകൾ താണ്ടി, പുതിയ ലോകങ്ങൾ കണ്ടെത്തി. നമ്മൾ ഗുഹാഭിത്തികളിൽ സ്വപ്നങ്ങൾ വരച്ചു, ഇല്ലാത്ത കഥകൾ മെനഞ്ഞു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ദിശ കണ്ടുപിടിച്ചു. നമ്മൾ സ്നേഹിച്ചു, യുദ്ധം ചെയ്തു, അതിജീവിച്ചു. ഇപ്പോൾ നിങ്ങൾ ഈ കഥ കേട്ടുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതമായ മുറിയിലിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം, ഇതെല്ലാം ആ നീണ്ട യാത്രയുടെ ഫലമാണ്. ഓരോ കണ്ടുപിടുത്തവും, ഓരോ തിരിച്ചറിവും, ഓരോ ചെറുത്തുനിൽപ്പും ഇന്നത്തെ നമ്മളെ രൂപപ്പെടുത്തിയെടുത്തു. നമ്മുടെ DNA-യുടെ ഓരോ കണികയിലും ആ പൂർവികരുടെയെല്ലാം ഓർമ്മകളുണ്ട്. ആഫ്രിക്കയിലെ ആ പുൽമേടുകളുടെ ഗന്ധവും, മഞ്ഞുകാലത്തെ ഗുഹയിലെ തീയുടെ ചൂടും, കടൽ കടന്ന ആ ചങ്ങാടത്തിലെ ഉപ്പിൻ്റെ രുചിയുമെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ എവിടെയോ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇനി പതിയെ കണ്ണുകൾ അടയ്ക്കാം, നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ഈ രാത്രിയിൽ നിങ്ങൾ തനിച്ചല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ മനുഷ്യചരിത്രത്തിൻ്റെ ഒരു വലിയ കണ്ണിയാണ് നിങ്ങളും. ആ യാത്രയുടെ ക്ഷീണവും ഭാരവുമെല്ലാം മറന്ന് ഈ നിമിഷത്തിൻ്റെ ശാന്തതയിലേക്ക് നമുക്ക് മടങ്ങാം. നിങ്ങളുടെ ചിന്തകൾ ഒരു പുഴയിൽ ഇല പോലെ ഒഴുകിപ്പോകട്ടെ. നല്ല സ്വപ്നങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ല ശുഭരാത്രി നേരുന്നു.